ഹലോ ഹായ് നമസ്കാരം. ബിഗ് ബോസ് സീസൺ 7 മലയാളത്തിൻ്റെ 50ാമത്തെ ദിവസം. പ്രധാനമായും സംഭവിച്ചിരിക്കുന്നത് നമ്മൾ ചില പുരോഗമനവാദികൾ സദാചാരവാദികളായി മാറുന്ന കാഴ്ച കണ്ടു എന്നുള്ളതാണ്. നമുക്ക് ഓരോന്നോരോന്നായി പറഞ്ഞു തുടങ്ങാം. ഈ ദിവസം ആരംഭിക്കുന്ന സമയത്ത് നമ്മൾ ഫസ്റ്റ് കാണുന്നത് ആര്യനെയും ജിസേലിനെയുമാണ്. അവർ ഒരുമിച്ച് സോഫയിലിരുന്ന് സംസാരിക്കുന്നു. ആ സമയത്ത് തൊട്ടപ്പുറത്ത് മാറിയിരുന്ന് സംസാരിക്കുന്ന ബിന്നിയെയും അഭിലാഷിനെയും നമ്മൾ കാണുന്നുണ്ട്. അവരിരുവരും തമ്മിൽ സംസാരിക്കുന്ന വിഷയം ഇവരാണ് ഈ സീസണിലെ ലവ് കോംബോ പിടിക്കുന്നത് എന്നുള്ളതാണ്. അത് സംസാരിച്ച് തുടങ്ങുന്നത് ബിന്നിയാണ്. അഭിലാഷ് അത് ശരിവെക്കുന്നുണ്ട്. അതിനുശേഷം സമാനമായൊരു കോൺവെർസേഷൻ നമ്മൾ കാണുന്നത് ഒനീലിനും അഭിലാഷിനും ഇടയിലാണ്. രണ്ടിടത്തും കോമൺ ആയിട്ട് നമുക്ക് കാണാൻ പറ്റുന്നത് അഭിലാഷിനെ തന്നെയാണ്. കോമൺ ആയി രണ്ടിടത്തും അഭിലാഷ് ഉപയോഗിക്കുന്ന ചില വാക്കുകളും വളരെ പ്രസക്തമാണ് എന്ന് തോന്നുന്നു. ഇവരുടെ മൂന്ന് പേരുടെയും ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പരസ്യമായി ഇവർ ഈ ആര്യൻ്റെയും ജിസേലിൻ്റെയും ആ ഒരു ഫ്രണ്ട്ഷിപ്പ് ഉണ്ടല്ലോ, അതൊരു ഫ്രണ്ട്ഷിപ്പ് തന്നെയാണ്. അതിൽ മറ്റർത്ഥമൊന്നും കാണേണ്ട കാര്യമില്ല, അല്ലെങ്കിൽ അതിന് നമ്മളൊരു പുരോഗമന മനസ്ഥിതിയോടുകൂടി തുറന്ന മനസ്സോടുകൂടി നോക്കി കാണേണ്ടതാണ് എന്ന് പ്രഖ്യാപിച്ചിട്ടുള്ള ആളുകളാണ്. ലാലേട്ടൻ്റെ മുന്നിൽ എന്ന് പറയുന്നൊരു കാര്യം കൂടി അതിൻ്റെ കൂടെ ഞാൻ ചേർത്ത് വെക്കാൻ ആഗ്രഹിക്കുകയാണ്. ഇവരുടെ ഈ സൗഹൃദത്തിന് മറ്റൊരർത്ഥം കാണരുത് എന്ന് ലാലേട്ടന് മുമ്പിൽ അഭിലാഷ് പറഞ്ഞിട്ടുണ്ട്, ഒനീൽ പറഞ്ഞിട്ടുണ്ട്. സങ്കുചിതമായ മനസ്ഥിതിയോടുകൂടി നമ്മൾ ആളുകളെ നോക്കിക്കാണരുതെന്ന് ബിന്നിയും ഇവരുടെ ഫ്രണ്ട്ഷിപ്പ് നല്ലൊരു ഫ്രണ്ട്ഷിപ്പാണ് എന്നുള്ള കാര്യമൊക്കെ പറഞ്ഞിട്ടുള്ളതാണ്. പക്ഷേ ഇവർക്ക് മൂന്ന് പേർക്കും ഇപ്പോൾ വലിയ സങ്കടമുണ്ട്. ഇവർ ഇരുവരും കൂടി ചേർന്നുകൊണ്ട് ഇവിടെ ഒരു ലവ് കോംബോ പിടിക്കുകയാണെന്നുള്ളതിൽ. അതിൽ അഭിലാഷ് പറയുന്നത് ആര്യൻ ജിസേലിൻ്റെ അടിമയാണ്, ജിസേലിന് വേണ്ടിയിട്ട് കുളിമുറി കഴുകി കൊടുക്കുന്നു, ഡ്രസ്സ് കഴുകി കൊടുക്കുന്നു. അതുപോലെ ഒനീൽ പറയുന്ന കാര്യം ആ ചെറുക്കൻ്റെ ഗെയിം അവൾ ഇങ്ങനെ ഗെയിം കളിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ഇല്ലാണ്ടായി പോകുന്നുണ്ട്. ഇങ്ങനെയുള്ള ഓരോ ദുഃഖങ്ങളാണ് ഈ മനുഷ്യർക്ക്. ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, രണ്ട് വ്യക്തികൾക്കിടയിൽ സൗഹൃദമാണ് അവരുടെ ഇടയിലുള്ളത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളതിനെ അംഗീകരിക്കുക എന്നുള്ളതാണ്. ഇനി പ്രണയമാണെങ്കിൽ അത് അവർ പറയുന്നവരെ നമ്മൾ വെയിറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അല്ലാതെ മാറിയിരുന്ന് അതിനെക്കുറിച്ച് കഥകൾ ഉണ്ടാക്കി പറയാമെന്ന് പറയുന്നത് അതൊരു സദാചാര അമ്മാവൻ ലൈനാണ്, പരദൂഷണം പറച്ചിലാണ്, കുത്തിത്തിരിപ്പിൻ്റെ ഭാഗം എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാവുന്നതുമാണ്. ബിന്നി ഇത് ആദ്യമായിട്ടല്ല ചോദ്യം ചെയ്യുന്നത്. ഈ നോമിനേഷൻ്റെ സമയത്തും ബിന്നി ഇത് ഉന്നയിക്കുന്നുണ്ട്. അതുപോലെ തൊട്ട് മുൻപ് ഔട്ടായി പോയ കണ്ടസ്റ്റൻറ്റുമായി ചേർന്നുകൊണ്ട് ഇതുപോലൊരു കോൺവെർസേഷൻ അവരവിടെയും ബിൽഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇവർ തമ്മിലുള്ളൊരു റിലേഷൻഷിപ്പ് എന്താണ്, അതറിയാനുള്ളൊരു ക്യൂരിയോസിറ്റി ഉണ്ട് എന്നുള്ള രീതിയിൽ. ഇവരുടെ ആ ഒരു കോമ്പിനേഷനെ നമ്മളിപ്പോൾ നോക്കുകയാണെങ്കിൽ ലാലേട്ടനടക്കം നിങ്ങളതൊന്ന് മാറ്റി പിടിക്കും മക്കളെ എന്ന് ഇൻഡയറക്റ്റായി പറയുന്നത് നമുക്ക് കേൾക്കാൻ പറ്റും. എപ്പോഴും ഒരു കോമ്പിനേഷൻ വർക്ക് ചെയ്യുന്ന സമയത്ത് അവിടെ ഒരു വോട്ട് സ്പ്ലിറ്റ് ഉണ്ടാവും. ഒരു കോംബോയെ സ്ക്രീനിൽ കാണാൻ നല്ല രസമാണെങ്കിൽ ആ കോംബോയെ ഇഷ്ടപ്പെടുന്ന ആളുകൾക്ക് ഒരാൾക്കേ വോട്ട് ചെയ്യാൻ പറ്റുള്ളൂ. ആ ഒരു വോട്ട് ഇപ്പോൾ എയും ബിയും തമ്മിൽ കോംബോ കളിക്കുകയാണെങ്കിൽ എക്ക് കിട്ടേണ്ട വോട്ട് ഒരു പക്ഷേ ബിക്ക് പോയേക്കാം. അങ്ങനെ അവരുടെ നിലനിൽപ്പിനെ ബാധിക്കാൻ സാധ്യതയുള്ള, അതുപോലെ അവരുടെ ഗെയിം സ്ട്രാറ്റജിയെ വളരെ ബാധിക്കാൻ സാധ്യതയുള്ള ഒരു സംഭവമാണ് ഒരു കോംബോ പിടിച്ച് കളിക്കുക എന്നുള്ളത്. അതുകൊണ്ടാണ് ഈ കോമ്പിനേഷൻ ഗെയിം, ഇപ്പോൾ ലവ് സ്ട്രാറ്റജി, ഫ്രണ്ട്ഷിപ്പ് സ്ട്രാറ്റജി ഒക്കെ വരുമ്പോൾ നമ്മൾ അങ്ങനെ ഒരു സ്ട്രാറ്റജി പിടിക്കല്ലേ, ഒറ്റയ്ക്ക് നിന്ന് കളിക്കൂ എന്ന് പറയുന്ന കാര്യം പറയുന്നത്. അതിൽ ഒനീലും അഭിലാഷും തമ്മിലുള്ള കോൺവെർസേഷനിൽ അവർ പറയുന്നത് ഈ ഒരു കോമ്പിനേഷൻ്റെ ഭാഗമായിട്ട് ആര്യൻ്റെ ഗെയിം വളരെ ലോ ആയിട്ടുണ്ടെന്നുള്ളതാണ്. ഒനീലാണ് അത് സൂചിപ്പിക്കുന്നത്. പക്ഷെ നമ്മൾ ഇവിടെ ശ്രദ്ധിക്കേണ്ടത് ഒനീലിൻ്റെയും അഭിലാഷിൻ്റെയും ഗെയിം എന്താണ് എന്നുള്ളതാണ്. അവരിരുവരും ഇപ്പോൾ ഈ ആഴ്ചത്തെ വീക്കെൻഡ് എവിക്ഷനൊക്കെ വരുന്ന സമയത്ത് ഒനീൽ ഔട്ടായി പോയി എന്ന് വിചാരിക്കും. അഭിലാഷിൻ്റെ കുറച്ച് സങ്കടം നമ്മൾ കാണുന്നു എന്നുള്ളതിനപ്പുറത്തേക്ക് ബിഗ് ബോസ് ഹൗസ് ഇപ്പോൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത് എങ്ങനെയാണോ ഇങ്ങനെ തന്നെ പോകും. ഒരു പ്രത്യേകിച്ചൊരു മാറ്റമോ അല്ലെങ്കിൽ മറ്റുള്ളവരുടെ ഗെയിമിനെ ബാധിക്കാൻ സാധ്യതയുള്ള എന്തെങ്കിലും ഒരു ചേഞ്ചോ ഇങ്ങനെ ഒന്നും തന്നെ ഉണ്ടാകുന്നില്ല. ഇപ്പോൾ മസ്താനിയുടെ ഒരു വിഷയം വന്ന സമയത്ത് ഒനീൽ എന്ന് പറയുന്ന മനുഷ്യനെ ആസ് എ മനുഷ്യൻ അയാളെ വേദനിപ്പിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായപ്പോൾ നമ്മളെല്ലാവരും അയാൾക്കൊപ്പം നിന്നു. അങ്ങനെ അയാളെക്കുറിച്ച് നമ്മൾ ചർച്ച ചെയ്തു എന്നുള്ളത് മാറ്റി നിർത്തി കഴിഞ്ഞാൽ, വളരെ മോശം ഭാഷ ഉപയോഗിക്കുന്ന ചില സിറ്റുവേഷൻസിനെ മാറ്റി നിർത്തി കഴിഞ്ഞാൽ ഒനീലിൽ നിന്ന് നമുക്ക് കാര്യമായിട്ട് ഗെയിം ഒന്നും കാണാനില്ല, അല്ലെങ്കിൽ ഒരു സ്ട്രാറ്റജി നമുക്ക് കാണാൻ പറ്റില്ല. അഭിലാഷിൻ്റെ കാര്യം എടുത്ത് നോക്കിക്കഴിഞ്ഞാലും അയാൾ ലാലേട്ടൻ വരുന്ന എപ്പിസോഡിൽ അല്ല ലാലേട്ട പിന്നെ എന്തൊക്കെയുണ്ട് അടിയൻ എന്നൊക്കെ പറഞ്ഞാൽ അങ്ങനെ നിൽക്കുന്ന ആ ഒരു ബോഡി ലാംഗ്വേജിനെ മാറ്റി നിർത്തി കഴിഞ്ഞാൽ കുറച്ച് ചൂടാവുകയും ചീത്ത വിളിക്കുകയും ചെയ്യുക എന്നുള്ളതിനപ്പുറത്തേക്ക് അഭിലാഷിൻ്റെ ഭാഗത്തു നിന്നും ഒരു ഗെയിം സ്ട്രാറ്റജി നമുക്ക് കാണാൻ പറ്റുന്നില്ല. ഇവർ രണ്ടുപേരും ഇപ്പോൾ അവിടുന്ന് ഡിലീറ്റ് ചെയ്യപ്പെട്ട് കഴിഞ്ഞാൽ ആ ഊഞ്ഞാലുകൾ രണ്ടും അനാഥമാവും എന്നുള്ളത് ഒഴിച്ചു കഴിഞ്ഞാൽ അവിടെ പ്രത്യേകിച്ചൊന്നും സംഭവിക്കാനില്ല. ഇവർ ഈ ലാലേട്ടം വരുന്ന സമയത്തും ഷോയിൽ എല്ലാവരും കൂടി ഇരിക്കുന്ന സമയത്തൊക്കെ വൻ പുരോഗമനം പറയുന്നത് നമുക്ക് കേൾക്കാൻ പറ്റും. പക്ഷേ ഒറ്റയ്ക്ക് ഊഞ്ഞാലിലേക്ക് മാറുമ്പോൾ ഇവരുടെ ഈ പുരോഗമനത്തിൽ നിന്ന് മാറി വെറും സദാചാരം പറച്ചിലായി അത് മാറുന്നുണ്ട്. അതേ കാര്യം തന്നെ ബിന്നിയുടെ കാര്യത്തിലും. ഇപ്പോൾ ബിന്നിയൊക്കെ കഴിഞ്ഞ ആഴ്ച വീക്കെൻഡിൽ ലാലേട്ടം വന്ന സമയത്ത് കുത്തിത്തിരിപ്പ് എന്നൊക്കെ വിളിക്കുന്നത്, ആ ഒരു പേര് വന്നിട്ട് അങ്ങനെ ജഡ്ജ് ചെയ്യപ്പെടുന്നതിൻ്റെ ആ ഒരു വേദനയൊക്കെ പങ്കുവച്ചിട്ടുള്ള ആളാണ്. അതേ ആളാണ് ആര്യനെയും ജിസേലിനെയും അവരൊരു ലവ് സ്ട്രാറ്റജി പിടിക്കുകയാണ് എന്ന് അങ്ങോട്ട് ആരോപിക്കുന്നത്, അതായത് ജഡ്ജ് ചെയ്യപ്പെടുന്നതിൻ്റെ വേദന പങ്കുവെച്ച ആളാണ് ഈ ജഡ്ജ് ചെയ്യാൻ വേണ്ടി ഇപ്പുറത്തിരുന്ന് അഭിലാഷിനൊക്കെ കണ്ടന്റ് ഇട്ട് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ഇതിൽ ഏറ്റവും നല്ല കാര്യം ഇവർക്ക് ചെയ്യാൻ പറ്റുന്നത് ആര്യനെയും ജിസേലിനെയും വിളിച്ചിരുത്തി മുഖത്തോട് മുഖം നോക്കി കാര്യം ചോദിക്കുക. എടാ ഇങ്ങനെയുണ്ടോ, ഇപ്പം അവർക്കൊരു റിയൽ കൺസേൺ ഉണ്ടെങ്കിൽ ആര്യനെയും ജിസേലിനെയും മുന്നിൽ വിളിച്ചിരുത്തിയിട്ട് എടോ നിങ്ങൾ ഇങ്ങനെ കോംബോ ആയിട്ട് പോകുന്നത് നിങ്ങളുടെ ഗെയിമിനെ ഭയങ്കരമായിട്ട് ബാധിക്കുന്നുണ്ട്, നിങ്ങൾ രണ്ടുപേരും നല്ല ഗെയിമേഴ്സാണ്, പക്ഷെ അതൊന്നും നമ്മൾ കാണുന്നില്ല എന്ന് പറയുന്നതിന് പകരം അപ്പുറത്ത് മാറിയിരുന്ന്
അവർ ലവ് സ്ട്രാറ്റജിയാ എന്ന് പറയുന്ന ആ സദാചാര കുത്തിത്തിരിപ്പ് പരിപാടികൾ തന്നെയാണ് ചെയ്യുന്നത്. പിന്നീട് ആ ജഡ്ജ്മെന്റൽ ഫാക്ടറിന്റെ സ്ട്രെങ്ത് എവിടെ ഇരിക്കണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർ സമ്മതിക്കില്ല, പക്ഷെ നമുക്കറിയാം അത് ഉറപ്പിച്ച് കഴിഞ്ഞു. നമ്മളിപ്പോൾ അവരോട് എന്ന് സംസാരിക്കേണ്ട കാര്യം പോലും ഇല്ല എന്നുള്ള തീരുമാനം അവിടെ വന്നു കഴിഞ്ഞു. ഇപ്പോൾ പുറത്തുനിന്ന് വന്ന ഗസ്റ്റ് ഇവരുടെ രണ്ടുപേരുടെയും പ്രായ വ്യത്യാസത്തെ ചൂണ്ടിക്കാണിക്കുന്നത് അവർ ഫ്രണ്ട്സ് മാത്രമായിരുന്നെങ്കിൽ അങ്ങനെ ചൂണ്ടിക്കാണിക്കേണ്ട കാര്യമില്ലല്ലോ. അപ്പോൾ എന്തോ ഉണ്ട് എന്ന് പുറത്തെവിടെയോ കത്തിയിട്ടുണ്ട് എന്നുള്ള ഊഹത്തിലേക്കൊക്കെ ബിന്നി ലാൻഡ് ചെയ്ത് കഴിഞ്ഞു. ഊഹമൊന്നുമല്ല, ബിന്നി കൺഫേം ചെയ്ത് കഴിഞ്ഞു. അവർ ലവ് സ്ട്രാറ്റജിയാണ് പിടിക്കുന്നത്. ഞാനൊരു കുത്തിത്തിരിപ്പല്ല എന്ന് പറഞ്ഞിരിക്കുന്ന ബിന്നിയെ കുത്തിത്തിരിപ്പാണ് എന്ന് ബാക്കിയുള്ളവർ ആരോപിക്കുമ്പോൾ അതിൽ വേദനിച്ചിട്ടുള്ള ആളാണ് ബാക്കി രണ്ടുപേര്. അവർ ലവ് സ്ട്രാറ്റജി അല്ല എന്ന്, അല്ലെങ്കിൽ ഇപ്പോഴും ഫ്രണ്ട്സാണ് എന്ന് മാത്രം പറയുന്ന ആൾക്കാർ അവർ ലവ് സ്ട്രാറ്റജി ആണ് എന്ന് ആരോപിച്ച് അത് കൺഫേം ചെയ്തിട്ട് ഇപ്പുറത്തെ സൈഡിലിരുന്ന് ആനന്ദം കണ്ടെത്തുന്നത് എന്തൊരു വിരോധാഭാസമാണത്. പക്ഷേ ഇത് കൺക്ലൂഡ് ചെയ്യുന്ന സമയത്ത് ബിന്നി വളരെ മാരകമായിട്ടുള്ള ഒരു പുരോഗമന സ്റ്റേറ്റ്മെൻറ്റ് പറയുന്നുണ്ട്. പിന്നെ അത് അവരുടെ പേഴ്സണൽ കാര്യം, നമ്മൾ ഇടപെടേണ്ട കാര്യമില്ല. ബിന്നി വാട്ട് ആർ യു ടോക്കിംഗ് അബൌട്ട്? അത് അവരുടെ പേഴ്സണൽ കാര്യമാണെങ്കിൽ നിങ്ങൾ എന്തിനാ അഭിലാഷിനോടൊപ്പം ഇരുന്ന് അവരിതാണ് ചെയ്യുന്നത് എന്ന് ഉറപ്പിക്കാനൊക്കെ പോയി, എന്തിന് ജഡ്ജ് ചെയ്യാൻ പോയി? ഈ നോമിനേഷൻ്റെ സമയമൊക്കെ വരുമ്പോഴേക്കും ആര്യൻ ബിന്നിയെക്കുറിച്ചൊരു ഗംഭീര ഒബ്സർവേഷൻ നടത്തുന്നുണ്ട്. നമുക്കത് ആ സമയത്ത് കൃത്യമായിട്ട് പറയാം കേട്ടോ. ബിന്നി അഭിലാഷ് കോൺവെർസേഷൻ പോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കോൺവെർസേഷൻ എപ്പിസോഡ് അവസാനിക്കുന്ന സമയത്ത് എനിക്കത് കണ്ടപ്പോൾ അത്ഭുതം തോന്നിയത്, ഇവർ ഉച്ചയ്ക്ക് എങ്ങാണ്ട് സംസാരിച്ച് തുടങ്ങിയിട്ട് അർദ്ധരാത്രി 12:45 വരെ ഈ വിഷയം സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അതേ ഊഞ്ഞാലിൽ തന്നെ അവർ ഇരിക്കുകയും ചെയ്യുകയാണ്. അനീഷിൻ്റെ അടുത്ത് സങ്കുചിതമായി ചിന്തിക്കരുതേ എന്ന് പറഞ്ഞിട്ടുള്ള ഒനീലിനെ നമ്മൾ എടുത്ത് നോക്കുമ്പോൾ ഈ കോൺവെർസേഷനിലേക്ക് വരുമ്പോൾ അവരുടെ കോ കണ്ടസ്റ്റൻസ് ആണ്. അപ്പോൾ ഒരു മത്സരം എന്നുള്ള നിലയ്ക്ക് ഇനിയിപ്പോൾ സൗഹൃദത്തിൻ്റെ പേരിൽ അവരെ വേണമെങ്കിൽ പോയി ഉപദേശിക്കാം. മത്സരം എന്നുള്ള രീതിക്ക് അവരെ നമുക്ക് എങ്ങനെ തകർക്കാം, അവരുടെ സ്ട്രാറ്റജി എങ്ങനെ നേരിടാം എന്ന് പറയുന്ന ഡിസ്കഷൻസ് ഒക്കെ ഓക്കെയാണ്. പക്ഷേ ഇവരവിടെ വിലയിരുത്തുന്നത് ഇവർക്കിടയിലുള്ള സൗഹൃദത്തിനെയാണ്. അല്ലെങ്കിൽ ഒരു സ്ത്രീ പുരുഷ ബന്ധം എന്ന് പറയുന്നത് ഇതിങ്ങനെ തന്നെ ആയിരിക്കും, അല്ലെങ്കിൽ ഇതിനപ്പുറത്തേക്കൊരു അൾട്ടിമേറ്റ്ലി എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ നല്ല സ്ത്രീ പുരുഷ സൗഹൃദങ്ങൾ കാണുന്നില്ല എന്നുള്ളതാണ്. അല്ലെങ്കിൽ സ്ത്രീയും പുരുഷനും ഒരുമിച്ചിരുന്ന് കഴിഞ്ഞാൽ നിങ്ങളുടെ ഒരു വീക്ഷണ കോണുണ്ട്, ഒരു ബോക്സ് ഉണ്ട്. ആ ബോക്സിനകത്തുള്ള റിലേഷൻഷിപ്പുകൾ മാത്രമേ ഉണ്ടാവുള്ളൂ. അതിനപ്പുറത്തേക്കുള്ള സൗഹൃദങ്ങൾ, നല്ല സൗഹൃദങ്ങൾ ഉണ്ടാവില്ല എന്ന് പറയുന്ന ആ ഒരു സങ്കുചിതമായ മനോഭാവത്തിൻ്റെ ഭാഗമായിട്ടാണ് ഇത്തരം വിലയിരുത്തലുകൾ ഉണ്ടാകുന്നത്. ആൻഡ് അവർ ഉപയോഗിക്കുന്ന ഭാഷ നോക്കൂ, സാരിത്തുമ്പ്, പാവാട. അതായത് സോഷ്യൽ മീഡിയയിൽ നമ്മൾ പുല്ല് വില കൊടുത്ത് തള്ളിക്കളയേണ്ടുന്ന വളരെ മോശമായിട്ടുള്ള പരാമർശങ്ങളും ആക്രമണങ്ങളും അഴിച്ചുവിടുന്ന ആളുകളുടെ അതേ ഭാഷയിലാണ് ഇവരിവിടെ ഇരുന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മൾ നോക്കുമ്പോൾ ബിഗ് ബോസ് ഹൗസിൽ ഏറ്റവും കൂടുതൽ പുരോഗമനം പറയുന്ന, ഞാനാണ് ശരിക്കുള്ള പുരോഗമനവാദി എന്നൊക്കെ പറയുന്ന അതേ ഒനിയിലാണ് ഏറ്റവും മോശം ഭാഷയിൽ അവിടെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ വികാരങ്ങൾക്ക് അടിപ്പെട്ട് കഴിയുന്ന സമയത്ത് സംസാരിക്കുമ്പോഴാണെങ്കിലും ഇതുപോലെയുള്ള മോശം സ്ട്രാറ്റജികൾ ബിൽഡ് ചെയ്യും, അല്ലെങ്കിൽ ഇത്തരം മോശം സംഭാഷണ ശകലങ്ങളുടെ ഭാഗമാവുമ്പോഴൊക്കെ ഒനിയിലിൻ്റെ ഭാഗത്തു നിന്നുണ്ടാവുന്ന സംസാര ശൈലി രീതി എന്നൊക്കെ പറയുന്നത് വളരെ മോശമായിട്ടുള്ള, വളരെ സ്റ്റാൻഡേർഡ് കുറഞ്ഞതാണ് എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. അത് കഴിഞ്ഞ് നമ്മൾ പ്രധാനമായിട്ടും 2 കാര്യങ്ങൾ കൊണ്ട് ശ്രദ്ധിക്കേണ്ട ഒരു കോൺവെർസേഷൻ അടുക്കളയിൽ നടക്കുന്നുണ്ട്. അത് നെവിനും അനീഷും തമ്മിലുള്ള കോൺവെർസേഷനാണ്. അതിൽ നെവിൻ ഒരു കത്തിയെടുത്ത് ഈ കപ്പിൻ്റെ ബാക്ക് സൈഡിൽ ഇങ്ങനെ ഉരച്ചുരച്ച് മൂർച്ച കൂട്ടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അത് എന്തിനാണ് ഇങ്ങനെ ചെയ്യുന്നതെന്നുള്ള ചോദ്യത്തിന് നമുക്ക് ഇപ്പോൾ തക്കാളി അരിയാൻ വേണ്ടിയിട്ടാണ്, പക്ഷേ വേണമെങ്കിൽ ഒരു നാക്ക് അരിയാമല്ലോ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ അനീഷിൻ്റെ അടുത്ത് സംശയിക്കേണ്ടത് നിങ്ങളുടെ അല്ല, നിങ്ങളുടെ ഫ്രണ്ടിൻ്റെയാണ് എന്നുള്ള രീതിയിലും സംസാരിക്കുന്നുണ്ട്. അത് വേണമെങ്കിൽ ഇപ്പോൾ അനീഷിനാണെങ്കിലും ഇത് ഇവിടെ അക്രമ സ്വഭാവത്തോടുകൂടി ഒരാൾ സംസാരിക്കുന്നു, ഇത് വളരെ ഡേഞ്ചർ ആയിട്ടുള്ള കാര്യമാണ്, ഇങ്ങനെയുള്ള ചിന്തകളുമായി ഇതിനകത്ത് നിൽക്കുന്ന ആൾക്കാർ ബാക്കിയുള്ളവർക്കൊക്കെ ഒരു അൺസേഫ് അറ്റ്മോസ്ഫിയറാണ് ഉണ്ടാക്കുന്നതെന്നുകൊണ്ട് ഒരു ഗെയിം സ്ട്രാറ്റജി പോലെ അത് അവതരിപ്പിക്കാമായിരുന്നു. ആക്ച്വലി അതൊരു സീരിയസ് വിഷയം തന്നെയാണ്. ഒരു കത്തിയൊക്കെ കയ്യിലിരിക്കുമ്പോൾ മറ്റൊരാളെ ആക്രമിക്കണം എന്ന് ചിന്തിക്കുന്ന, ഒരാളുടെ ചോര പൊടിക്കണം എന്നൊക്കെ ചിന്തിക്കുന്ന ആ ലെവലിലേക്കുള്ള ചിന്തകൾ പോകാൻ പാടില്ലല്ലോ. അതിന് അനീഷിന് വേണമെങ്കിൽ, അനീഷിൻ്റെ ഒരു പ്രിപ്പറേഷൻ, ഈ ഗെയിമിന് വേണ്ടിയുള്ള പ്രിപ്പറേഷൻ ലെവലൊക്കെ വെച്ച് നോക്കുമ്പോൾ, പുള്ളിയുടെ മുൻ ഗെയിമുകൾ വെച്ച് നോക്കുമ്പോൾ പുള്ളി അത് അങ്ങനെ പറയേണ്ടതായിരുന്നു. നെവിൻ ഷാനവാസ് വിഷയത്തിൽ നിന്ന് വിട്ടിട്ടില്ലെന്നും ഇപ്പോഴും തങ്ങളുടെ ഭാഗമാണ് ശരിയെന്ന് വിശ്വസിക്കുകയും ചെയ്യുന്ന ഷാനവാസിനെയും ആദിലെയും നൂറേയും നമ്മൾ തലേ ദിവസത്തെ എപ്പിസോഡിൽ കണ്ടിരുന്നു. ഈ എപ്പിസോഡിലേക്ക് വരുമ്പോൾ ആ വിഷയത്തിൽ നിന്ന് വിട്ടിട്ടില്ല എന്ന് പറയുന്ന നെവിനെ നമ്മൾ കാണുന്നുണ്ട്. ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ടത് അവിടെ അനീഷിൻ്റെ ആറ്റിറ്റ്യൂഡാണ്. അനീഷ് അവിടെ പൊട്ടിത്തെറിച്ചിട്ടില്ല. അനീഷ് അവിടെ വാദിച്ചത് ഷാനവാസിന് വേണ്ടിയല്ല, നെവിനോടാണ് പറയുന്നത്. നെവിന് നീ ഇങ്ങനെ ചെയ്യരുത്, അല്ലെങ്കിൽ നീ അത് മനസ്സിൽ നിന്ന് വിട്. അങ്ങനെ മനസ്സിൽ നിന്ന് വിട്ട് കഴിഞ്ഞാൽ നിൻ്റെ നല്ല ഗെയിം പുറത്തേക്ക് കൊണ്ടുവരാൻ പറ്റുക. ഐ എം വിത്ത് യു എന്ന് പറയുന്ന ഒരു പറയാതെ പറയുന്ന ഫീല് അനീഷിൻ്റെ സംസാരത്തിലുടനീളം ഉണ്ടായിരുന്നു. ഈ എപ്പിസോഡ് മുഴുവൻ നമ്മൾ എടുത്തു നോക്കുമ്പോൾ ഷാനവാസിൻ്റെ ആ ഒരു കരവലയത്തിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി ശ്രമിക്കുന്ന, കൃത്യമായി തൻ്റെ ഗെയിമിലേക്ക് തിരിച്ചു വരുന്ന അനീഷിനെയാണോ കാണുന്നത് എന്നുള്ളൊരു സംശയം, വളരെ ശക്തമായിട്ടുള്ള ഒരു സംശയം തന്നെ ജനറേറ്റ് ആയിട്ടുണ്ട്. അത് വരും ദിവസങ്ങളിലാണ് നമുക്ക് കൃത്യമായി വിലയിരുത്താൻ പറ്റുക. പക്ഷെ അപ്പോൾ പോലും ഷാനവാസിന് വേണ്ടി നെവിനോട് വാദിക്കുന്ന അനീഷിനല്ല നമ്മൾ കാണുന്നത്. നെവിനെ നീ അത് വിട്,
എന്ന് പറയുന്ന നെവിൻ പറയുന്നതിനെ സമാധാനമായിരുന്ന് കേൾക്കുന്ന അനീഷിനെയാണ് നമ്മൾ കാണുന്നത്. ഈ രണ്ട് കാര്യങ്ങൾ കൊണ്ട് ആ കോൺവെർസേഷൻ വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒന്നാണ്. അടുത്ത പ്രധാനപ്പെട്ട പരിപാടി, ഒരുപക്ഷെ ഈ ദിവസത്തെ ഏറ്റവും പ്രധാനപ്പെട്ട പല കാര്യങ്ങളും നമുക്ക് ശ്രദ്ധിക്കാൻ പറ്റുന്ന ഒരു ഇവൻ്റ് നടക്കുന്നത് നോമിനേഷനാണ്. അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യത്തെ നോമിനേഷൻ്റെ സമയത്ത് ഓപ്പൺ നോമിനേഷൻ പറഞ്ഞിട്ടുള്ള ആളുകളുണ്ട്. ഓപ്പണായിട്ട് ആരെയൊക്കെയാണ് നോമിനേറ്റ് ചെയ്യുന്നത് പറയുന്ന ആളുകൾ. അവരിപ്രാവശ്യം കൺഫെഷൻ റൂമിലേക്കും, കൺഫെഷൻ റൂമിൽ കഴിഞ്ഞ വീക്കെൻഡിൽ നോമിനേഷൻ്റെ കാര്യങ്ങൾ പറഞ്ഞ ആളുകൾ ഇത്തവണ ഓപ്പണായിട്ടും അവരവരുടെ നോമിനേഷൻസ് വ്യക്തമാക്കേണ്ടതാണ്. പിന്നെ വലിയ പണിയിൽ നിന്ന് വിമുക്തി നേടിയിട്ടുള്ള അനീഷുണ്ട്. അനീഷിന് ഓപ്പൺ നോമിനേഷൻ മതി എന്ന് അനീഷ് തന്നെ പറയുന്നുണ്ട്. നൂറയ്ക്ക് ഒരാളെ ഡയറക്റ്റ് നോമിനേറ്റ് ചെയ്യാനും പറ്റും. അതുപോലെ നൂറ ഇപ്രാവശ്യം ഈ വീക്കിൽ ഒരാൾക്കും നോമിനേറ്റ് ചെയ്യാൻ പറ്റില്ല. അങ്ങനെ എന്തായാലും നൂറ ആദ്യമേ സേഫ് ആവുന്നുണ്ട്. നൂറ തനിക്ക് കിട്ടുന്ന നോമിനേഷൻ പവർ ഉപയോഗിച്ചുകൊണ്ട് ആദ്യം അക്ബറിനെയാണ് നോമിനേറ്റ് ചെയ്യുന്നത്. അതിൽ ഭയങ്കരമായിട്ടുള്ള ഷാനവാസ് ഇൻഫ്ലുവൻസ് നമുക്ക് കാണാൻ പറ്റും. നൂറയും ആദിലയും ഇപ്പോൾ ഷാനവാസിൻ്റെ ഒരു വാക്കിനനുസരിച്ച്, ഷാനവാസ് നേരത്തെ നമ്മൾ പറഞ്ഞ ഈ കുത്തിത്തിരിപ്പ് അല്ലെങ്കിൽ പിരികേറ്റൽ ആ പറയുന്ന കാര്യങ്ങൾക്കനുസരിച്ച് എങ്ങനെ മൂവ് ചെയ്യണമെന്ന് ഷാനവാസ് തീരുമാനിക്കുന്നു, അങ്ങനെ മൂവ് ചെയ്യുക എന്നുള്ളതാണ്. ഇപ്പോൾ നൂറയ്ക്ക് ആദ്യം ഈ പറയുന്ന 2 സൂപ്പർ പവറുകൾ കിട്ടിയ സമയത്ത് ഒനീലും അഭിലാഷാണെന്ന് തോന്നുന്നു, ഒനീലാണ് ഈ ഡയലോഗ് പറയുന്നത്. ഇനി നൂറ എങ്ങനെ കളിക്കണം എന്നുള്ളത് ഷാനവാസ് തീരുമാനിക്കും എന്നുള്ളൊരു ഡയലോഗാണ്. അന്ന് നമ്മൾ ആ ഗെയിമിനെ, അത് നൂറയുടെയും ആദിലയുടെയും ഒക്കെ ഒരു ഗെയിം പാറ്റേൺ ഒക്കെ ശ്രദ്ധിക്കുന്ന സമയത്ത് അങ്ങനൊരു കാര്യമില്ല, അത് നൂറയും ആദിലയും തീരുമാനിക്കും എന്നുള്ള ലൈനിലായിരുന്നു. പക്ഷേ ഈ വീക്കിൽ അക്ബറിനെ നോമിനേറ്റ് ചെയ്യുന്ന സ്പേസിൽ വളരെ ശക്തമായിട്ട് നമുക്ക് ഷാനവാസിൻ്റെ ഇൻഫ്ലുവൻസ് മനസ്സിലാക്കാൻ പറ്റും. അതിനുശേഷം അനീഷുമായിട്ടുള്ള ആദില നൂറ കോമ്പിനേഷനിടയിൽ ഷാനവാസ് വന്നിരിപ്പുണ്ട്. ഷാനവാസിന് അവർ വളരെ വെൽക്കമിങ് ആയിട്ടുള്ളൊരു സ്പേസാണ് അവിടെ കൊടുക്കുന്നത്. ആ ഇൻഫ്ലുവൻസ് ഭയങ്കര വിസിബിളാണ്. ആൻഡ് ഇവർ പറയുന്ന കാരണങ്ങൾ കുത്തിത്തിരിപ്പും മാനിപ്പുലേറ്റ് ചെയ്യാനുള്ള കാര്യങ്ങളുമാണ്. ഇതേ കാരണങ്ങളാണ് ഷാനവാസ് അക്ബറിനെയും ഒനീലിനെയും അഭിലാഷിനെയൊക്കെ കുറിച്ച് സംസാരിക്കുമ്പോൾ ഉപയോഗിക്കുന്നത്. അത് കഴിഞ്ഞ് നമ്മൾ ഷാനവാസിൻ്റെ നോമിനേഷനാണ്. വളരെ 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 പ്രിഡിക്റ്റബിൾ ആയിട്ടുള്ളൊരു നോമിനേഷനായിരുന്നു അത്. ബിന്നിയെ കുത്തിത്തിരിപ്പ്, അതുപോലെ മറ്റുള്ളവരുടെ സങ്കടങ്ങളെ വേറെ ആളുകളെ ദ്രോഹിക്കാൻ വേണ്ടി ഉപയോഗിക്കുക എന്നുള്ളത്. അതായത് നെവിൻ സങ്കടപ്പെട്ടിരുന്ന സമയത്ത് നെവിനെ പറഞ്ഞ് ഇവർക്കെതിരാക്കിയത് ബിന്നിയാണ് എന്നുള്ളതാണ് ഇവരുടെ ഒരു ലൈൻ എന്ന് പറയുന്നത്. ബിന്നി മാത്രമല്ല വേറെ ആളുകളുണ്ട്. അപ്പോൾ ആ ബിന്നിയെ ഈ ഒരു കാര്യത്തിൽ ഷാനവാസ് നോമിനേറ്റ് ചെയ്യുമ്പോൾ ഈ റീസൺ അയാൾ എടുത്ത് മുന്നോട്ട് വെക്കുന്നുണ്ട്. അഭിലാഷിൻ്റെ പേര് പറഞ്ഞുകൊണ്ട് അദ്ദേഹം പറയുന്ന കാരണങ്ങൾ: വിശ്വാസവഞ്ചകൻ, മുട്ടനാടുകളെ തമ്മിലടുപ്പിച്ച് ചോര കുടിക്കുന്ന ചെന്നായ്ക്കളുടെ അല്ലെങ്കിൽ ആട്ടിൻതോലിട്ട ചെന്നായ്ക്കളാണ് അഭിലാഷും ഒനീലും. അതിൽ അഭിലാഷിനെ നോമിനേറ്റ് ചെയ്യുന്നു എന്നുള്ളതാണ് ഷാനവാസ് പറയുന്ന കാര്യം. നമ്മൾ ഷാനവാസ് ഈ ഒരു ബിഗ് ബോസ് ഹൗസിനെ ഒരു സീരിയലായാണ് കാണുന്നതെന്നും ഇവിടുത്തെ അയാളുടെ ശത്രുക്കളായി കാണുന്ന ആളുകൾ ഇന്ന ആളുകളാണെന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ ഇമേജിൽ തന്നെയാണ് വിശ്വാസവഞ്ചകൻ എന്നാണ് പറയുന്നത്. ഷാനവാസിനെ എന്തെങ്കിലും ഒന്ന് പറഞ്ഞ് വിശ്വസിപ്പിച്ച് പറ്റിച്ച ആളുകളല്ല ഇവർ രണ്ടുപേരും. ഷാനവാസ് അവരുടെ ഗ്രൂപ്പിലേക്ക് നുഴഞ്ഞു കയറാനൊരു ശ്രമം നടത്തിയ സമയത്ത് അതിനെ സക്സസ്ഫുള്ളി പ്രതിരോധിക്കുകയും ഷാനവാസിൻ്റെ ഒരു വലയത്തിൽ വീണു പോകാതിരിക്കുകയും ചെയ്ത ആളുകളാണ് അഭിലാഷും ഒനീലും. താൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾക്കൊപ്പം നിൽക്കാത്തവരെയൊക്കെ ഷാനവാസ് വിശ്വാസവഞ്ചകൻ, ചതിയൻ, ആട്ടുംതോലിട്ട ചെന്നായ എന്നൊക്കെയാണ് പറയാറ്. അതിലെ മാസ്റ്റർ പീസ് ഡയലോഗ് പിന്നീന്ന് കുത്തൽ ആണ് എന്നും ഞാൻ ഈ അവസരത്തിൽ ഊന്നി പറയുകയാണ്. അടുത്ത ആൾ ജിസേലാണ്. ജിസേൽ വന്ന് അഭിലാഷിനെ നോമിനേറ്റ് ചെയ്യുന്നു. സേഫ് ഗെയിമായിട്ടാണ് കളിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരു വഴക്കുണ്ടാകുന്ന സമയത്ത് ഗ്രൂപ്പായി വന്ന് അത് ഡീൽ ചെയ്യുന്നു എന്നുള്ളതാണ്. സിമിലർ കാര്യം തന്നെയാണ് ബിന്നിയുടെ കാര്യത്തിലും പറയുന്നത്. ഗ്രൂപ്പായിട്ടാണ് കളിക്കുന്നത് എന്ന് പറയുന്നൊരു ഫീൽ ഉണ്ടായി എന്നുള്ളതാണ്. പിന്നെ ഒരു സ്ട്രോങ് പ്ലെയർ അല്ല എന്നുകൂടി പറയുന്നുണ്ട്. നെവിൻ വന്നിട്ട് ഷാനവാസിനെയാണ് നോമിനേറ്റ് ചെയ്യുന്നത്. മാനിപ്പുലേഷൻ, ഈ ഗെയിമിൽ തുടരാനുള്ള യാതൊരു ക്വാളിറ്റിയും ഇല്ല, ഒരു കണ്ടൻറ്റും പ്രേക്ഷകർക്ക് കൊടുക്കുന്നില്ല, കുത്തിത്തിരിപ്പുണ്ടാക്കുന്നു. ആക്ച്വലി ഇതെല്ലാം കൂടി നോക്കുമ്പോൾ ഈ കുത്തിത്തിരിപ്പ് ഒരു കണ്ടൻറ്റായി പുറത്തേക്ക് എത്തുന്നുണ്ട് എന്നുള്ളതും ആ കുത്തിത്തിരിപ്പുകളും അതുപോലെ മാനിപ്പുലേഷനൊക്കെ കാണുമ്പോൾ ഷാനവാസ് തന്നെ ഗെയിമർ എന്ന് പറയുന്ന ഫാൻസ് പുറത്തുള്ളത് കൊണ്ടും ഷാനവാസിന് കിട്ടുന്നൊരു ഗെയിമർ ഇമേജ് ഉണ്ട്. അത് മാറ്റി നിർത്തി കഴിയുമ്പോൾ നെവിൻ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ വളരെ ക്ലിയർ ആണ് എന്ന് നമുക്ക് മനസ്സിലാവും. ഇവിടെ ഒരു ഗെയിമുണ്ട് എന്നുള്ളതിനേക്കാൾ കൂടുതൽ ഷാനവാസ് പറഞ്ഞു കഴിഞ്ഞാൽ ഈ അറ്റാക്ക് ചെയ്യാൻ വേണ്ടി തയ്യാറായിരിക്കുന്ന ഫുള്ളി ലോഡഡ് ആയിട്ടുള്ള 2 ആർമി ആയിട്ടാണ് ആദിലയും നൂറയും നിൽക്കുന്നത്. അനീഷിനെയും പുള്ളി ആ വശത്തേക്ക് കൊണ്ടുവരാനുള്ളൊരു ശ്രമം നടത്തിയിട്ടുണ്ട്. പക്ഷേ അതിലൊരു പൊളിയൽ സംഭവിച്ചിട്ടുണ്ടെന്ന് ഈ എപ്പിസോഡ് കാണുമ്പോൾ നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അതിനെക്കുറിച്ച് പറയാം. ഷാനവാസിൻ്റെ വിഷയം നെവിൻ വിട്ടിട്ടില്ല എന്നുള്ളത് നമുക്ക് ഏകദേശം ഈ നോമിനേഷൻ കാണുമ്പോൾ മനസ്സിലാവുന്നതാണ്. പക്ഷേ നെവിൻ ഇനി അതിനെ എങ്ങനെ ട്രീറ്റ് ചെയ്യുന്നു എന്നുള്ളതാണ് ഇവിടുത്തെ വിഷയം. ഷാനവാസ് ഓൾറെഡി നെവിനെ ഡയറക്റ്റ് അറ്റാക്ക് ചെയ്യുന്ന പരിപാടി സ്റ്റോപ്പ് ചെയ്തിട്ടുണ്ട്. നെവിനെ എനിക്കെതിരെ തിരിച്ചത് ഇവരൊക്കെയാണ് എന്ന് പറയുന്ന ഒരു ഇമേജാണ് ബാക്കിയുള്ളവർക്ക് ഷാനവാസ് കൊടുക്കാൻ നിൽക്കുന്നത്. ഷാനവാസിന് മനസ്സിലായി ആക്ച്വലി ഒരു നാരോ എസ്കേപ്പ് ആയിരുന്നു ലാലേട്ടൻ്റെ കയ്യിൽ നിന്ന്. ആ വീക്കെൻഡ് എപ്പിസോഡിൽ ഈ വിഷയം വന്നിരുന്നെങ്കിൽ ഷാനവാസ് അളിഞ്ഞ് വിളിഞ്ഞ് ഇല്ലാണ്ടായി പോയാൽ. അതിൽ നിന്ന് രക്ഷപ്പെട്ടത് മനസ്സിലാക്കിയിട്ടുള്ള ഷാനവാസ് ആ ഗെയിമിൽ നിന്ന് ഷിഫ്റ്റ് ചെയ്യുന്നുണ്ട്, ഡയറക്റ്റ് നെവിൻ്റെ അടുത്തേക്ക് പോകുന്നത്. പക്ഷേ നെവിൻ അത് വിട്ടിട്ടില്ല. കാരണം ഇത് വളരെ പേഴ്സണൽ ആയിട്ടുള്ളൊരു വിഷയമാണ്. എന്നാൽ ഈ വിഷയത്തിൽ തന്നെ
നെവിൻ ലോക്കായി പോവുകയാണെങ്കിൽ നെവിൻ്റെ ഗെയിം ഡൗൺ ആയി പോകും. നെവിൻ അതിനേക്കാൾ കൂടുതൽ പൊട്ടൻഷ്യൽ ഉള്ളൊരു പ്ലെയറാണ്. ഈ ഷാനവാസിനെ പോലൊരു പ്ലെയറിൻ്റെ അടുത്ത് മാത്രം തൻ്റെ ഒരു പേഴ്സണൽ ഗ്രഡ്ജ് എന്നല്ല പറയുന്നത്, അയാൾക്കുണ്ടായ ഒരു വേദനയുടെ പ്രതികരണമാണ്. അപ്പോൾ അതിലേക്ക് നെവിൻ ഒതുങ്ങിപ്പോകാൻ പാടില്ല. അതെങ്ങനെ നെവിൻ ഡീൽ ചെയ്യുമെന്നും ഇനിയുള്ള ദിവസങ്ങളിൽ നെവിൻ അതിനെ എങ്ങനെ ഉപയോഗിക്കാൻ പറ്റും, ആക്ച്വലി അത് നന്നായി ഉപയോഗിക്കാൻ പറ്റുന്ന, കത്തിക്കാൻ പറ്റുന്നൊരു വിഷയം തന്നെയാണ്. പക്ഷേ നെവിൻ ഇനി അതെങ്ങനെ ഡീൽ ചെയ്യുന്നു എന്നുള്ളതനുസരിച്ചിരിക്കും ഈ ഷാനവാസ് നെവിൻ ആ ഒരു ഇഷ്യൂ. ഷാനവാസിന് ശേഷം നെവിൻ നോമിനേറ്റ് ചെയ്യുന്നത് ആദിലയാണ്. അവിടെ ഉപയോഗിച്ചൊരു ഗംഭീര വാക്കുണ്ട്. ആദില ഒരു ലേഡി ഷാനവാസ് ആണ്, ഫുൾ ടൈം എന്നെ തന്നെ ടാർഗറ്റ് ചെയ്യുന്നു എന്ന് പറയുന്നൊരു ഫീല് നെവിൻ ഉണ്ടായിട്ടുണ്ടെന്നാണ് നെവിൻ പറയുന്നത്. ആ ലേഡി ഷാനവാസ് പ്രയോഗം എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. എന്താണോ ഷാനവാസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അതേ കാര്യങ്ങൾ അതുപോലെ അനുകരിക്കുന്ന ആ ഒരു ഫീലാണ്. ഇനി ആദില ചെയ്യുന്ന കുറച്ച് കാര്യങ്ങൾ ഷാനവാസ് അനുകരിക്കുന്നതാണോ എന്നറിയില്ല. അനീഷ് വളരെ സീരിയസ് ആയി സംസാരിക്കുമ്പോൾ, അവർ ടീമൊക്കെ തിരിച്ച ശേഷം വളരെ സീരിയസ് ആയി സംസാരിക്കുമ്പോൾ വളരെ മോശമായി അവിടെ കോമഡി കുത്തി കയറ്റാൻ നോക്കുന്ന ആദിലയെ കാണുന്നുണ്ട്. റെനയൊക്കെ ഇത് വെച്ച് കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ എന്തുമാത്രം മെച്ചുവേർഡായിരുന്നു എന്ന് ഫീൽ ചെയ്ത് പോയി. റെനെ നമ്മൾ പ്രായത്തിൻ്റെ കാര്യം പറയുമ്പോഴും റെനെ ഒച്ചെടുക്കുന്നതിനെക്കുറിച്ച് പറയുമ്പോഴും ഇത്രയും സീരിയസ് ആയ ഒരു മനുഷ്യൻ കാര്യം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഇതാണ് ക്യൂട്ട്നെസ്, ഇതാണ് എൻ്റെ ഗെയിം എന്നൊക്കെ പറയുന്ന ഒരു ലെവലിൽ ആദില തരം താഴ്ന്നു പോകുന്നുണ്ടായിരുന്നു. അതേ ട്രാക്ക് പിടിച്ചിട്ട് അങ്ങോട്ട് വരുന്ന ഷാനവാസിനെ നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ഇവർ ഇരുവരും ചെയ്തുകൊണ്ടിരിക്കുന്നത് ഒരേ കാര്യമാണ്. മാത്രമല്ല രണ്ടുപേരും തെറ്റുകളുണ്ടായാൽ അത് അംഗീകരിക്കില്ല, തങ്ങൾ രക്ഷപ്പെട്ട് കഴിഞ്ഞാൽ അത് തങ്ങളുടെ കഴിവ് കൊണ്ടാണ് എന്ന് വെറുതെ വിശ്വസിക്കുകയൊക്കെ ചെയ്യുന്ന രണ്ടുപേരും ഏകദേശം ഒരേ ട്രാക്കിൽ കൊണ്ടിരിക്കുക. അത് കഴിഞ്ഞാണ് ഏറ്റവും പ്രധാനപ്പെട്ട നോമിനേഷൻ വരുന്നത് അനീഷ് ഓപ്പൺ നോമിനേഷനാണ്. ശ്രദ്ധിക്കണം, ഓപ്പൺ നോമിനേഷനാണ്. അനീഷ് അത് ചോദിച്ചു വാങ്ങിച്ചതാണ്. നിങ്ങൾക്ക് ഓപ്പൺ വേണോ കൺഫെഷൻ വേണോ എന്ന് ചോദിച്ചപ്പോൾ അനീഷിന് വേണമെങ്കിൽ കൺഫെഷൻ റൂമിൽ പോയി ഇത് പറയാമായിരുന്നു. പക്ഷേ ഓപ്പണായി എനിക്കിത് പറയണം എന്ന അനീഷിൻ്റെ ഒരു നിശ്ചയദാർഢ്യം ഉണ്ടല്ലോ, അത് ഗംഭീര പരിപാടിയായിരുന്നു. അതിനെ ശക്തമായി ഉപയോഗിക്കുക, അതുപോലെ എല്ലാവരോടും ഇത് കാണിക്കുക. മാത്രമല്ല ഇതൊരു പവറാണ്. നോമിനേഷൻ എന്ന് പറയുന്നത് ബിഗ് ബോസ് ഹൗസിലെ ഏറ്റവും പ്രധാനപ്പെട്ടൊരു പവറാണ്. നോമിനേറ്റ് ചെയ്യുകയും വോട്ട് ചെയ്യുകയും ചെയ്യുക എന്നുള്ളത്. അതിനെ വിനിയോഗിക്കാനുള്ളൊരു പവർ തിരിച്ച് കിട്ടുമ്പോൾ അത് തീർച്ചയായും എല്ലാവരുടെയും മുന്നിൽ വെച്ച് തന്നെ എക്സ്പ്രസ് ചെയ്യേണ്ടതാണ്. മാത്രമല്ല തൻ്റെ ഗെയിമിലൊരു ഷിഫ്റ്റ് ഉണ്ടായി എന്നുള്ളത് നമ്മളെയൊക്കെ കാണിക്കാനും കൂടി, അല്ലെങ്കിൽ ആ ബിഗ് ബോസ് ഹൗസിലുള്ള മറ്റുള്ളവരെ കാണിക്കുക എന്നുള്ളൊരു ഉദ്ദേശം കൂടി അതിലുണ്ടായിരുന്നു നമുക്ക് വിചാരിക്കാം. ഫസ്റ്റ് അനീഷ് നോമിനേറ്റ് ചെയ്യുന്നത് ആദിലയാണ്. നെവിനെതിരെ ആദില നടത്തിയ അറ്റാക്ക്, അതിൽ നെവിൻ ഇല്ലാണ്ടായി പോകുന്നത് ഞാൻ കണ്ടു എന്നുള്ള ആ ഒരു ആംഗിളിലാണ് അനീഷ് അത് അവതരിപ്പിക്കുന്നത്. അതായത് നെവിൻ്റെ വിഷയത്തിൽ നെവിനോട് എനിക്ക് അനുതാപമുണ്ട്, ആദില അത് ഡീൽ ചെയ്തത് വളരെ മോശമായിട്ടാണ്, നെവിനെതിരെയുള്ളൊരു അറ്റാക്ക് എന്നുള്ള രീതിയിലാണ് അനീഷ് അതിനെ അവതരിപ്പിക്കുന്നത്. ദാറ്റ് മീൻസ് ആദില ഷാനവാസിൻ്റെ ക്ലോസസ്റ്റ് ആളാണ്. അനീഷിനെ ഞാൻ എൻ്റെ വഴിക്ക് കൊണ്ടുവന്നു എന്ന് പറയുന്ന ആളാണ് ഷാനവാസും നെവിനും തമ്മിൽ ഉണ്ടായിട്ടുള്ള വിഷയത്തിൽ ഷാനവാസിന് വേണ്ടി, അല്ലെങ്കിൽ തൻ്റെ പേഴ്സണൽ കാര്യങ്ങൾക്കും കൂടി വേണ്ടി അവർ ആദിലയും നൂറയും ടാർഗറ്റ് ചെയ്ത് വെച്ചിരുന്ന ആൾ തന്നെയായിരുന്നു നെവിൻ. അപ്പോൾ ഇങ്ങനെയുള്ള പല കാര്യങ്ങൾ കൊണ്ട് നെവിനെ അറ്റാക്ക് ചെയ്യാൻ ഇറങ്ങി തിരിച്ചിട്ടുള്ള ആളാണ് ആദില. അപ്പോൾ ആദിലയെ ഇയാൾ കൃത്യമായിട്ട് പോയിൻ്റ് ഔട്ട് ചെയ്യുമ്പോൾ ഈ ഷാനവാസുമായിട്ടുള്ള ഫ്രണ്ട്ഷിപ്പ് ഗെയിമിനും ഒരു വിരാമമോ ഇടുകയാണ് എന്നുള്ളത് പുള്ളി എസ്റ്റാബ്ലിഷ് ചെയ്യുകയാണ് എന്നാണ് ഫീൽ ചെയ്തത്. ഇവിടെ അനീഷ് ഒരു ചെസ് ബോർഡിൽ ചെക്ക് വെക്കുന്നത് പോലെ നമ്മുടെ ഷാനവാസിനെ കുരുക്കുന്നത് എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഷാനവാസിൻ്റെ ക്ലോസസ്റ്റ് ആയിട്ടുള്ള ആളുകളാണ് ആദിലയും നൂറയും. അതിൽ തന്നെ ആദിലയാണ് ഏറ്റവും ക്ലോസ് ആയിട്ട് നിൽക്കുന്ന ആൾ. ഷാനവാസ് എന്ത് പറഞ്ഞാലും ആദില വിശ്വസിക്കും, ഷാനവാസ് ചെയ്യുന്നതൊക്കെ അതുപോലെ അനുകരിക്കുകയും ചെയ്യും. ഇപ്പുറത്തെ സൈഡിൽ ഞാൻ എൻ്റെ വഴിക്ക് കൊണ്ടുവന്നു എന്ന് വിശ്വസിക്കുന്ന അനീഷുണ്ട്. അനീഷും ആദിലയും തമ്മിൽ ഇതുവരെ നല്ല ടേംസിലേക്ക് വന്നിട്ടില്ല. ഈ ഒരു എപ്പിസോഡ് നമ്മൾ നോക്കുകയാണെങ്കിലും അനീഷ് ആദിലയുടെ ആ ഒരു കുഞ്ഞുകളിയൊന്നും അംഗീകരിക്കാൻ ശ്രമിക്കുന്നില്ല. അപ്പം നാളെ അനീഷ് വേഴ്സസ് ആദില ഒരു വിഷയം വളരെയധികം ഒന്ന് പെരുത്തു വരികയാണെങ്കിൽ ഷാനവാസ് ആർക്കൊപ്പം നിൽക്കും? ഈ സീസണിലെ ഏറ്റവും പവർഫുള്ളായിട്ടുള്ളൊരു പ്ലെയറാണ് അനീഷിൻ്റെ ഗെയിമിനെ ഒതുക്കണമെങ്കിൽ അനീഷ് ഫ്രണ്ടായിട്ട് കൂടെ നിൽക്കണം, അയാളൊരു ഗ്രൂപ്പിൻ്റെ ഭാഗമാകണം, ഒറ്റയ്ക്ക് കളിക്കാൻ വിടരുത്. അതേസമയം ആദിലയും നൂറയും ഇയാൾക്ക് വളരെ പ്രിയപ്പെട്ടവരാണ്, അവരെ പുറകെ നടന്ന് മാനിപ്പുലേറ്റ് ചെയ്ത് കൂടെ കൊണ്ടു നടക്കുകയാണ്. അപ്പോൾ ആദിലയും അനീഷും തമ്മിലൊരു പ്രശ്നം വന്നാൽ ഷാനവാസ് എവിടെ നിൽക്കും എന്ന് പറയുന്നൊരു ചോദ്യമുണ്ട്. ആ ചോദ്യത്തിന് ഷാനവാസ് ഉത്തരം കൊടുക്കുമ്പോൾ അനീഷിന് അയാളുടെ പ്ലേ പുറത്തെടുക്കാൻ പറ്റും. അതൊരു ഗംഭീര മൂവ് തന്നെയായിരുന്നു. പക്ഷേ അനീഷ് ഇതൊക്കെ പറയുമ്പോഴും ആദില വളരെ കൂളായി. കാര്യം ഈ നെവിൻ്റെ വിഷയത്തിനെ അവർ ഡീൽ ചെയ്തത് ലാലേട്ടൻ ചോദ്യം ചെയ്യാത്തത് കൊണ്ട് തങ്ങളെന്തോ വിജയിച്ചു എന്ന് പറയുന്ന ഒരു മനോഭാവം അവരുടെ ഉള്ളിൽ കിടപ്പുണ്ട്. അതിൻ്റെ ഒരു റിഫ്ലക്ഷൻ ആയിരുന്നു എന്നാണ് മനസ്സിലാവുന്നത്. അതിനുശേഷം ലക്ഷ്മിയാണ് നോമിനേറ്റ് ചെയ്യുന്നത്. ആ ഒരു നോമിനേഷൻ പവർ തനിക്ക് തിരിച്ച് കിട്ടാതിരിക്കാൻ വേണ്ടി പേഴ്സണൽ ഗ്രഡ്ജ് വെച്ച് ലക്ഷ്മി സ്റ്റാറുകൾ കൊടുക്കാതിരുന്നു എന്ന് പറയുന്ന അയാളുടെ ഒരു അമർഷം അയാൾ അവിടെ പ്രകടിപ്പിക്കുന്നുണ്ട്. എനിവേ അനീഷിന് ഈ നോമിനേഷൻ
പവർ തിരിച്ച് കിട്ടുക എന്നുള്ളത് അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിരുന്നു എന്ന് തോന്നുന്നു. പ്രത്യേകിച്ച് ഇനി അങ്ങോട്ടുള്ള ദിവസങ്ങളിലുടനീളം ബിഗ് ബോസ് ഹൗസിൽ ഉണ്ടാവുമെന്ന് നമുക്ക് ഏകദേശം ഉറപ്പിച്ച് പറയാവുന്നൊരു പ്ലെയറാണ് അനീഷ്. വളരെ പവർഫുൾ ആയിട്ടുള്ള ഈ സീസണിലൊരു പ്ലെയർ. അത് അനീഷിന് മനസ്സിലായ ചില ഇൻസിഡൻസ് ഉണ്ട്, നമുക്ക് അതിലേക്ക് വരാം. ആദിലെയാണ് അടുത്ത നോമിനേഷൻ പവർ വിനിയോഗിക്കുന്നത്. ജിഷിനെയാണ് അവർ ആദ്യം നോമിനേറ്റ് ചെയ്യുന്നത്. ഒരു മുഖം മൂടി വെച്ച് ആളുകളെ തെറ്റിദ്ധരിപ്പിച്ച് എന്നുള്ള രീതിയിലാണ് സംസാരിക്കുന്നത്. അതിനുശേഷം അനീഷിനെ നോമിനേറ്റ് ചെയ്യുന്നുണ്ട്. ഈ പ്രശ്നങ്ങൾ ഉണ്ടാക്കി പറഞ്ഞത് തന്നെ റിപ്പീറ്റ് പറഞ്ഞ് ഓവർ തിങ്ക് ചെയ്ത് ചളമാക്കുന്ന ഒരു മനുഷ്യൻ ഈ ഗെയിമിൽ നിൽക്കണം എന്ന് തോന്നുന്നില്ല എന്നുള്ളതാണ്. ഓവർ തിങ്ക് ചെയ്ത് ചളമാക്കുന്ന മനുഷ്യൻ. ഈ സ്വന്തമായിട്ടുള്ള കുറച്ച് പേഴ്സണൽ ഗ്രഡ്ജുകളൊക്കെ ഉള്ളിൽ കിടക്കുന്ന സമയത്ത് ഷാനവാസ് പറയുന്നതും കൂടി കേട്ട് ഓവർ തിങ്ക് ചെയ്ത് ചില സമയത്ത് തിങ്കിങ്ങേ ഇല്ലാതെ ഓരോ കാര്യങ്ങൾ എടുത്ത് ചാടി ചെയ്ത് ചളമാക്കുന്ന ആദിലെയാണ് അനീഷിനെ ഓവർ തിങ്ക് ചെയ്ത് ചളമാക്കുന്ന മനുഷ്യൻ എന്ന് പറയുന്നത്. അതൊരു കോമഡി പരിപാടിയായിപ്പോയി. ലക്ഷ്മിയുടെ നോമിനേഷനും നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. വളരെ കൃത്യമായിട്ടുള്ള കാരണങ്ങൾ പറഞ്ഞുകൊണ്ടുള്ള ഒരു നോമിനേഷൻ എന്നുള്ള രീതിയിൽ ജിസേലിനെ അവർ നോമിനേറ്റ് ചെയ്യുമ്പോൾ പറയുന്നത് സെൻസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ വരുമ്പോൾ ജിസേൽ അങ്ങ് കരയും, വളരെ വീക്കായി പോകുന്ന പോലെ ഉണ്ട്, ഓപ്പണായി സങ്കടം പറയുന്നു, അങ്ങനെ ഗെയിം ഡൗൺ ആവുന്നു എന്നുള്ള രീതിയിലാണ് പറയുന്നത്. അത് വളരെ വാലിഡ് ആയിട്ടുള്ളൊരു കാര്യമായിട്ട് തോന്നി. ജിസേലിൻ്റെ ഗെയിം മൊത്തത്തിൽ വളരെ ഡൗൺ ആയിരിക്കുന്നൊരു സമയമാണ്. ജിഷിനെ പറയുന്നുണ്ട്, ജിഷിന് ഈ ഭക്ഷണം ഉണ്ടാക്കി കൊടുത്ത് ഫേവറിറ്റസത്തിലൂടെ നിലനിന്ന് പോരുക എന്ന് പറയുന്ന ഒരു കാര്യം അതൊരു നല്ല സ്ട്രാറ്റജി അല്ല എന്ന് ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. അനിമോളാണ് അടുത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു നോമിനേഷൻ എന്ന് പറയുന്നത്. ലക്ഷ്മിയെയും സാബുമാനെയുമാണ് അവർ നോമിനേറ്റ് ചെയ്യുന്നത്. അവരത്ര ആക്റ്റീവ് അല്ല, നല്ല ഗെയിം അല്ല എന്നൊക്കെയുള്ളതാണ് അനിമോൾ മുന്നോട്ട് വെക്കുന്ന കാരണങ്ങൾ. ഇത്തവണത്തെ ഈ ഒരു സീസണിൽ പല ആളുകളും ഗ്രൂപ്പുകളായി തിരികുകയും അങ്ങോട്ടും ഇങ്ങോട്ടും കുറച്ച് കാര്യങ്ങൾ, അതായത് ഈ ലാസ്റ്റ് ഒരു 2 ആഴ്ച എടുത്ത് നോക്കുകയാണെങ്കിൽ പല മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. ഈ മാറ്റങ്ങളിലൊക്കെ ഭാഗമായി അനിമോൾ ഒരു പൊടിക്ക് ബാക്കോട്ട് ഇറങ്ങി നിൽക്കുകയാണ്, അല്ലെങ്കിൽ അനിമോളുടെ ഗെയിം കുറച്ച് ഡൗൺ ആയിട്ട് നിൽക്കുകയാണ്. പക്ഷേ അനിമോൾ അത് തിരിച്ചു വരാനുള്ള എല്ലാ ശ്രമങ്ങളും നടത്തുന്നുണ്ട്. മാത്രമല്ല പുറത്ത് തനിക്കുള്ളൊരു ഫാൻ ബേസിൻ്റെ പുറത്ത് 1-2 ആഴ്ചയൊക്കെ തനിക്ക് കുറച്ച് ബാക്കോട്ട് നിന്ന് വീണ്ടും ആഞ്ഞടിക്കാനുള്ള ഒരു അവസരം കിട്ടുമെന്ന് അനിമോൾ വിശ്വസിക്കുന്നുണ്ടാവും. എന്തായാലും അനിമോൾ വളരെയധികം ടാർഗറ്റ് ചെയ്യുന്ന ഒരു പ്ലെയറാണ് ലക്ഷ്മി എന്നാണ് മനസ്സിലാവുന്നത്. പക്ഷേ ഡയറക്റ്റ് ഇതുവരെ ലക്ഷ്മിയോട് അറ്റാക്ക് ചെയ്തിട്ടില്ല. ഡയറക്റ്റ് അനിമോൾ ലക്ഷ്മിയോട് അറ്റാക്ക് ചെയ്യാനുള്ള സാധ്യതയും നമുക്ക് കാണാൻ പറ്റുന്നില്ല. ഈ ഒരു വീക്കെൻഡ് നോക്കുകയാണെങ്കിൽ അനിമോൾക്ക് വേറെയും ആളുകളെ നോമിനേറ്റ് ചെയ്യാമായിരുന്നു. പക്ഷേ ലക്ഷ്മിയെ കൺഫെഷൻ റൂമിലിരുന്ന് നോമിനേറ്റ് ചെയ്യുന്ന സമയത്ത് അനിമോൾ നോമിനേറ്റ് ചെയ്യുന്നത് കാണുമ്പോൾ അനിമോൾ ലക്ഷ്മിയെ ഒരു വരുംകാല ത്രട്ടായിട്ട് തന്നെയാണ് കാണുന്നത്. ലക്ഷ്മിയുടെ ഗെയിം കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾ എടുത്ത് നോക്കുമ്പോൾ വളരെ നല്ല രീതിയിൽ ഇമ്പ്രൂവ് ചെയ്യുന്നത് നമുക്ക് കാണാൻ പറ്റും. ഇനി അങ്ങോട്ടുള്ള അവരുടെ സംസാരങ്ങളിലും അവർ ഈ അവാർഡ് കൊടുക്കുന്ന ഒരു പരിപാടിയൊക്കെ ഉണ്ട്. ആ സമയത്ത് ഏറ്റവും മോശം അവാർഡുകൾ എണ്ണിപ്പെറുക്കി കൊടുക്കുമ്പോഴും അതിനെ വളരെ ഗെയിം സ്പിരിറ്റോടുകൂടി സ്വീകരിക്കുകയും വളരെ നല്ല രീതിയിൽ അതിനോട് റിയാക്ട് ചെയ്യുകയും ചെയ്യുന്ന ലക്ഷ്മിയെ നമുക്ക് കാണാൻ പറ്റും. അങ്ങനെ ലക്ഷ്മി ഒരു പവർഫുൾ പ്ലെയറായിട്ട് വരികയും ലക്ഷ്മി മാപ്പ് പറയില്ല, അതുപോലെ വിട്ടുകൊടുക്കില്ല. ഈ തോൽവി സമ്മതിക്കുക എന്ന് പറയുന്നൊരു കാര്യമില്ല. ലക്ഷ്മി ലൗഡാണ്, ക്ലിയറാണ്. ഇങ്ങനെയൊക്കെയുള്ള കുറച്ച് കാര്യങ്ങൾ വരുമ്പോൾ ഈ അനിമോൾ ക്രിയേറ്റ് ചെയ്യാൻ ശ്രമിക്കുന്ന ഇമേജിനോട് വളരെയധികം മുട്ടി നിൽക്കാൻ പറ്റുന്ന വളരെ സ്ട്രോങ് ആയിട്ടുള്ളൊരു പ്ലെയറാണ് ലക്ഷ്മി. ഈ വരുന്ന ദിവസങ്ങളിൽ നമുക്കത് കുറച്ചുകൂടി വ്യക്തമാവുമെന്നാണ് വിചാരിക്കുന്നത്. നമ്മളിപ്പോൾ നോക്കിക്കാണുമ്പോൾ ലക്ഷ്മി ഈസ് എ സ്ട്രോങ് പ്ലെയർ. അപ്പോൾ അത്രയും സ്ട്രോങ് ആയിട്ടുള്ളൊരു പ്ലെയർ പയ്യെ ഈ ടീമിലുള്ള ബാക്കിയുള്ളവരുടെയും കൂടി ഒരു സപ്പോർട്ട് നേടിയെടുത്താൽ, അതുപോലെ പ്രേക്ഷകർക്കിടയിൽ ഒരു സപ്പോർട്ട് നേടിയെടുത്തു കഴിഞ്ഞാൽ അനിമോൾ അതിനൊരു ത്രെട്ടായിട്ട് തന്നെയാണ് കാണുന്നത്. ഈ വീക്കിലെ നോമിനേഷനും അടുത്ത വീക്കിലെ നോമിനേഷനും ഒക്കെ പ്രേക്ഷകരുടെ വോട്ട് കൊണ്ട് ലക്ഷ്മി ഓവർകം ചെയ്യുകയാണെങ്കിൽ ലക്ഷ്മിയുടെ പെർഫോമൻസിലും ആ കോൺഫിഡൻസ് കാണാൻ പറ്റും. അങ്ങനെ വളരെ കോൺഫിഡൻറ്റ് ആൻഡ് പവർഫുൾ ആയിട്ടുള്ള ബിഗ് ബോസ് ഹൗസിലെ അത്യാവശ്യം പൊളിറ്റിക്സ് എന്താണെന്ന് പറയുക, നമ്മൾ ഈ 1 hour കണ്ടാലും ഈവൻ 24/7 കണ്ടു കഴിഞ്ഞാലും ഈ ഗെയിമിനകത്ത് ഇറങ്ങി നിൽക്കുമ്പോൾ അതിലെ പൊളിറ്റിക്സ് വേറെയാണ്. ആ പൊളിറ്റിക്സ് ലക്ഷ്മിക്ക് മനസ്സിലാക്കാനുള്ളൊരു സമയം കിട്ടിക്കഴിഞ്ഞാൽ ഉറപ്പായിട്ടും അവരുടെ സ്ട്രോങ് ഗെയിം പുറത്തേക്ക് വരും. അത് അനിമോൾക്ക് ഡിഫെൻഡ് ചെയ്ത് നിൽക്കാൻ പറ്റുന്നതിലും കുറച്ചുകൂടി മുകളിലാണെന്ന് അനിമോൾ മനസ്സിലാക്കുന്നുണ്ടെന്നാണ് അനിമോളുടെ ആ ഒരു നോമിനേഷനും അപ്പോൾ കൊടുക്കുന്ന അതിവിനെയും ഒക്കെ കാണുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നത്. അത് മാത്രമല്ല, ഇപ്പോൾ ലക്ഷ്മി ഒരു നല്ല സ്ട്രോങ് പവർഫുൾ പ്ലെയർ ആയിട്ട് വരുമ്പോൾ നമുക്ക് അതുപോലെ പവർഫുൾ പ്ലെയേഴ്സായിട്ട് കാണാൻ പറ്റുന്നത്, അല്ലെങ്കിൽ അങ്ങനെ ഒരു പൊട്ടൻഷ്യൽ കാണാൻ പറ്റുന്നത് ഒന്ന് അക്ബറിലാണ്, അതുപോലെ നെവിൻ, അനീഷ്, ഇവരൊക്കെ ഒറ്റയ്ക്ക് നിൽക്കുന്നവരാണ്. അല്ലെങ്കിൽ ഇത്രയും അറ്റാക്കുകൾ ഉണ്ടാകുന്ന സമയത്തും അതിനെ പ്രതിരോധിക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ നടത്തുന്ന ആളുകളാണ്. ഇനി അടുത്ത നോമിനേഷൻ അത് ആര്യനാണ്. ആര്യൻ ഗംഭീര 2 ഒബ്സർവേഷൻസ് ആണ് നടത്തിയിട്ടുള്ളത്. അനീഷിനെ കുറിച്ചാണ് പറയുന്നത്. അനീഷ് ലാലേട്ടൻ വന്ന സമയത്ത് ഞാൻ ഇതുവരെ നുണ പറഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞല്ലോ. അങ്ങനെയൊന്നും പറയാൻ പറ്റില്ല. ഇവിടെ എല്ലാവരും നുണ പറഞ്ഞിട്ട് തന്നെയാണ് നിൽക്കുന്നത്. മാത്രമല്ല അനീഷ് ഒരു സോളോ ഗെയിമറായിരുന്നു, ഇപ്പോൾ അതിനൊരു മാറ്റം സംഭവിച്ചിട്ടുണ്ട് എന്ന് പറയുന്നുണ്ട്. സാധാരണ അനീഷിൻ്റെ ഒരു സ്വഭാവം വെച്ച് നോമിനേഷൻ്റെ സമയത്താണെങ്കിലും അയാളെ കുറ്റപ്പെടുത്തുമ്പോൾ അയാൾ റിയാക്ട് ചെയ്യും. എന്നെ ഈ കാര്യത്തിന് നിങ്ങൾ നോമിനേറ്റ് ചെയ്യേണ്ടതില്ല എന്ന് അനീഷ് വളരെ ശക്തമായിട്ട് തന്നെ സംസാരിക്കും. റിപ്പീറ്റ് മോഡിൽ പുള്ളിയുടെ ആ ഒരു സ്ഥിരം പരിപാടി പിടിക്കും. പക്ഷേ അനീഷ് തിരിച്ചൊന്നും പറഞ്ഞിട്ടില്ല.
ആര്യൻ എന്താണോ പറഞ്ഞത് അത് ഞാൻ അംഗീകരിക്കുന്നു, ആൻഡ് ഐ എം ലിസ്ണിങ് ടു യു. എനിക്ക് എന്താണ് സംഭവിക്കുന്നതെന്ന് മനസ്സിലാവണം എന്ന കൃത്യമായിട്ടുള്ളൊരു പോയിന്റിലാണ് അനീഷ് അവിടെ ഇരിക്കുന്നത്. അല്ലെങ്കിൽ അനീഷിൻ്റെ സ്വഭാവം വെച്ച് അങ്ങനെ വിടൂലത്. ആര്യൻ രണ്ടാമത് നോമിനേറ്റ് ചെയ്യുന്നത് ബിന്നിയെയാണ്. ബിന്നി കുത്തിത്തിരിപ്പൊക്കെ നിർത്തി എന്ന് പറയുന്നു. പക്ഷേ കുത്തിത്തിരിപ്പ് പോയി കഴിഞ്ഞാൽ ബിന്നിക്ക് ഇവിടെ വേറെ ഗെയിമില്ലല്ലോ. ശരിക്കും ആര്യൻ അത് ബിന്നിയെ സഹായിക്കാൻ വേണ്ടി പറഞ്ഞതാണോ അതോ കുത്തി പറഞ്ഞതാണോ എന്ന് നമുക്ക് കൺഫ്യൂഷനായി പോകും. കാര്യം കുത്തിത്തിരിപ്പ് നിങ്ങൾ വിടേണ്ട കാര്യമില്ല, അതാണ് നിങ്ങളുടെ ഫോർട്ടെ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും നന്നായി ചെയ്യാൻ പറ്റുന്നത് കുത്തിത്തിരിപ്പാണ് എന്ന് ബിന്നിയോട് പറയുകയാണ് ചെയ്യുന്നത്. അത് ബിന്നി ഏത് രീതിയിൽ എടുക്കും എന്നുള്ളത് നമുക്ക് വരും ദിവസങ്ങളിൽ കാണാം. അക്ബറിൻ്റെ നോമിനേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആവുന്നത് അക്ബറിനെ ടാർഗറ്റ് ചെയ്തിട്ടാണ് ഷാനവാസും ആദിലയും നൂറയും ഒക്കെ പരിശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് നമുക്ക് വളരെ വ്യക്തമായിട്ട് കാണാൻ പറ്റും. നൂറയ്ക്ക് ഒരു അവസരം കിട്ടുന്ന സമയത്ത് നൂറ ഒറ്റയ്ക്കല്ല കളിക്കുന്നത്, നൂറയും ആദിലയും ടീമായിട്ടാണെന്നും അവിടെ ഷാനവാസിൻ്റെ ഇൻഫ്ലുവൻസ് ഉണ്ടെന്നും നമുക്ക് എല്ലാവർക്കും മനസ്സിലാവുന്ന പോലെ തന്നെ അക്ബറിന് മനസ്സിലായിട്ടുണ്ടാകും. അപ്പോൾ എന്നെ അറ്റാക്ക് ചെയ്യാൻ വന്ന ഞാനും പ്രതികാരം ചെയ്യുമെന്ന് പറയുന്ന ഒരു പ്രതികാര ബുദ്ധിയിൽ മാത്രം അക്ബറിൻ്റെ ഗെയിം ഉടക്കിയിരിക്കുകയാണോ അതോ മൊത്തം ഗെയിമിനെയും കൂടി നോക്കി കണ്ടിട്ടാണോ അക്ബർ കാര്യങ്ങൾ തീരുമാനിക്കുന്നതെന്ന് മനസ്സിലാക്കാനുള്ള ഒരു അവസരമായിരുന്നു അക്ബർ ആരെ നോമിനേറ്റ് ചെയ്യുന്നു എന്നുള്ളത്. അക്ബർ ഫസ്റ്റ് നോമിനേറ്റ് ചെയ്തത് ജിഷിനെയായിരുന്നു. നോൺ വെജ് കുക്ക് ചെയ്യുന്ന ആളുകൾ തൊട്ടാൽ, പാത്രങ്ങൾ തൊട്ട് കഴിഞ്ഞാൽ പിന്നെ വെജ് ഞാൻ കഴിക്കുകയില്ല എന്ന് പറയുന്ന, പട്ടിണി കിടക്കുമെന്ന് പറയുന്ന, ഞങ്ങളെയൊക്കെ രാക്ഷസന്മാരാക്കാൻ ശ്രമിച്ചിട്ടുള്ള ജിഷിൻ എന്നുള്ളതാണ് പറയുന്നത്. ജിഷിൻ്റെ ആ ഒരു സ്ട്രാറ്റജി വളരെ മോശമായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. നോൺ വെജ് ആഹാരം ഉണ്ടാക്കി കഴിഞ്ഞാൽ ആ കിച്ചണിൽ അല്ലെങ്കിൽ ആ പാത്രങ്ങളിൽ പിന്നെ വെജൊന്നും ഞാൻ കഴിക്കില്ല, പട്ടിണി കിടക്കും എന്നൊക്കെ പറയുന്ന ആ ഒരു പ്യുവർ വെജിറ്റേറിയനിസം പരിപാടി എന്ന് പറയുന്നത് അതിനാണെങ്കിൽ നിങ്ങൾ ബിഗ് ബോസ് ഹൗസിലേക്ക് വരരുതല്ലോ. ഇവിടെ ഒരുപാട് ആളുകളുണ്ട്, എല്ലാവരുടെയും പ്രിഫറൻസുകളുണ്ട്. അപ്പം ഒരു നല്ല സൊല്യൂഷനിലേക്ക് കൊണ്ടുവരുന്നതിന് വരെ ഒന്ന് പറഞ്ഞ രണ്ടിനും ബഹളം വെക്കുക, ചീത്ത പറയുക, പട്ടിണി കിടക്കുക, ബാക്കിയുള്ളവർ കഴിക്കുന്ന ഭക്ഷണത്തിന്, നോൺ വെജ് വേറെ ആൾക്കാർ കഴിക്കുകയാണല്ലോ, ആ വിഷയത്തിനെ വളരെ മോശം കാര്യമായി നോക്കിക്കാണുക എന്നുള്ളതാണ്. ഇപ്പം ഈ പ്യുവർ വെജ് എന്ന് പറയുമ്പോഴേക്കും അതിൽ വരുന്നൊരു പ്രശ്നം വെജ് അല്ലാത്ത ഭക്ഷണം കഴിക്കുന്നവരെന്തോ കുറഞ്ഞവരാണെന്നും അല്ലെങ്കിൽ അത്തരം ആഹാരം തൊട്ടാൽ ഞങ്ങൾക്കിത് കഴിക്കാൻ പറ്റാണ്ടായിപ്പോൾ ഞങ്ങളുടെ ഭക്ഷണം അശുദ്ധമായി പോകും എന്ന് പറയുന്ന ആ ശുദ്ധതയുടെ ടേമൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ ഭയങ്കര മോശമായിട്ടുള്ളൊരു കാര്യമാണ്. അത് ബിഗ് ബോസ് ഹൗസ് പോലൊരു സ്ഥലത്തേക്ക് വന്നിട്ട് അത് അങ്ങനെ തന്നെ വേണമെന്ന് വാശി പിടിക്കുന്നതും മോശമാണ്. അതിനെ ശേഷം അനീഷുമായിട്ട് ജിഷിൻ നടത്തുന്നൊരു വഴക്കം കൂടിയുണ്ട് ഇവരുടെ ഈ വെസൽ ടീമുമായിട്ട് ബന്ധപ്പെട്ട്. നമുക്ക് അതിലേക്ക് വരാം. അക്ബർ നോമിനേറ്റ് ചെയ്യുന്ന രണ്ടാമത്തെ വ്യക്തി അനീഷാണ്. സത്യസന്ധൻ ചമയുന്ന ആളാണ് അനീഷ്. പക്ഷേ ഷാനവാസിൻ്റെ ആ ഒരു വിഷയം വന്നപ്പോൾ, ഷാനവാസിൻ്റെ മോശം പരാമർശങ്ങൾ വന്നിട്ടും നെവിൻ്റെ ഭാഗം കേൾക്കാൻ അയാൾ തയ്യാറായില്ല എന്നുള്ളതാണ് അനീഷിനെ കുറിച്ച് അക്ബർ പറയുന്നത്. അവിടെ നമുക്ക് ക്ലിയർ ആവുന്നത് അക്ബർ ഈ തനിക്ക് നേരെ അറ്റാക്ക് അഴിച്ചു വിടുന്ന ആദിലയിലും നൂറയിലും ലോക്കായി പോയിട്ടില്ല എന്നാണ്. അയാൾ എല്ലാവരെയും കാണുന്നുണ്ട്, എല്ലാ വിഷയങ്ങളും മനസ്സിലാക്കുന്നുണ്ട്, അയാളുടെ ഒരു ഗെയിം അയാൾക്ക് ഉണ്ട് എന്നുള്ളതാണ്. സാബുമാൻ്റെ നോമിനേഷൻ പരിപാടി ഭയങ്കര രസമായിരുന്നു. ജിഷിൻ ചേട്ടാ നിങ്ങൾക്ക് എത്ര വയസ്സുണ്ട്, നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ പട്ടിണിയൊക്കെ കിടക്കുന്നത്, എന്താ ജിഷിൻ ചേട്ടാ നിങ്ങൾക്ക് എന്ന് പറയുന്ന ആ ഒരു കാഷ്വൽ ടോണിൽ ചോദിക്കാവുന്ന എല്ലാ റെസ്പെക്റ്റും കാണിച്ചുകൊണ്ട് തന്നെ എന്നാൽ പറയാനുള്ളത് മുഖത്ത് നോക്കി പറയാമെന്ന് പറയില്ല, അത് ഭയങ്കര രസമായിട്ട് എനിക്ക് അനുഭവപ്പെട്ടു. ആൻഡ് സാബുമാൻ്റെ ഒബ്സർവേഷൻസ് വളരെ ക്ലാരിറ്റിയുള്ള ഒബ്സർവേഷൻസ് ആണ്. അയാൾക്ക് കുറച്ചും കൂടി സമയം കിട്ടുകയോ അല്ലെങ്കിൽ ഇപ്പോൾ ഉള്ള ഗെയിം അയാൾ കുറച്ചുകൂടി ഫാസ്റ്റായിട്ട് മുന്നോട്ട് കൊണ്ടുപോയി അയാളുടെ ഒരു നല്ല ലെവലിലേക്ക് വേഗം വരികയും ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്നുണ്ട്. അനീഷിനെ കുറിച്ച് അയാൾ പറയുന്ന ഒബ്സർവേഷനാണ്, അനീഷ് എന്ത് ഗെയിമായിട്ടാണ് ഇവിടെ വന്നത്, എന്ത് ഗെയിമാണ് ഇപ്പോൾ കളിക്കുന്നത്, പുറത്ത് പോകാതിരിക്കാൻ അനീഷ് എന്താണ് ചെയ്യേണ്ടത്, ഇത്രയും കാര്യങ്ങളും ഒരു 3-4 സെൻറ്റൻസിൽ സാബുമാൻ പറഞ്ഞിട്ടുണ്ട്. ഞാൻ വിചാരിച്ചു അനീഷേട്ടൻ വളരെ കൺസിസ്റ്റൻ്റ് ആണ് എന്നുള്ളത്, ഒറ്റക്കൊമ്പനാണ്, ഒരു ഗ്രൂപ്പിലും ഇല്ലാതെയാണ് എന്നൊക്കെയാണ്. പക്ഷേ കഴിഞ്ഞ ഒരാഴ്ച അത് തെറ്റി. ഇത് ഷാനവാസുമായിട്ടുള്ള ഒരു ഫ്രണ്ട്ഷിപ്പ് സംഭവം വന്നു കഴിഞ്ഞപ്പോൾ അത് തെറ്റി എന്നുള്ളതാണ് സാബുമാൻ ഉദ്ദേശിക്കുന്നത്. വളരെ സെൻസിറ്റീവായൊരു വിഷയം, ഇവൻ ഇത് അഡ്രസ്സ് ചെയ്യുന്നത് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഷാനവാസും നെവിനും തമ്മിലുള്ള വിഷയം, നെവിനെ അറ്റാക്ക് ചെയ്തിട്ടുള്ള വിഷയം എന്നൊക്കെ പറയുന്നതിനേക്കാൾ ആ വിഷയത്തിനെ അതൊരു സെൻസിറ്റീവ് വിഷയം എന്ന് അഡ്രസ്സ് ചെയ്യുക എന്ന് പറയുന്നത് അത് കുറച്ച് വിവരമുള്ള ആൾക്കാർ ചെയ്യുന്നതാണ്. വളരെ കുറച്ച് ആളുകളാണ് ആ വിഷയത്തിനെ അങ്ങനെ അഡ്രസ്സ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ സെൻസിറ്റീവായൊരു വിഷയം വന്ന സമയത്ത് ആദ്യമേ ഒരാളുടെ സൈഡ് ചേർന്ന് മറ്റേ ആളെ കുറ്റപ്പെടുത്താൻ തുടങ്ങി എന്ന് പറയുന്ന ഒരു ഒബ്സർവേഷൻ ഉണ്ട്. ആൻഡ് ഇതല്ലായിരുന്നു എനിക്കറിയാവുന്ന അനീഷേട്ടൻ. അതായത് അനീഷെ നിങ്ങളുടെ സ്ട്രാറ്റജി ഭയങ്കര മോശമാണ്, നിങ്ങളിവിടെ തുടരാൻ അർഹനല്ല എന്ന് പറയുന്ന കുറ്റപ്പെടുത്തൽ പരിപാടിയല്ല, ഇതല്ലായിരുന്നു എനിക്കറിയാവുന്ന അനീഷേട്ടൻ എന്ന് പറയുമ്പോൾ അവിടെ ഭയങ്കരമായ റെസ്പെക്റ്റ് ഉണ്ട്. എന്നാൽ പറയേണ്ടതൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഈ ഒരു സ്വഭാവം വെച്ച് എന്തായാലും പുറത്ത് ജീവിക്കാൻ പറ്റില്ല, പഠിച്ചിട്ട് വന്നതാണെന്ന് മനസ്സിലായിരുന്നു. അതായത് ഈ ഒന്ന് പറഞ്ഞ് രണ്ടിന് ഇതുപോലെ ബഹളം വെക്കുക, പറഞ്ഞത് റിപ്പീറ്റ് അടിച്ചുകൊണ്ടിരിക്കുക എന്ന് പറയുന്നത് അത് പുറത്ത് നമുക്ക് ജീവിക്കാൻ പറ്റില്ല. അപ്പോൾ ബിഗ് ബോസ് ഹൗസിന് വേണ്ടി പഠിച്ച് പ്രിപ്പയർ ചെയ്ത് വന്നതാണല്ലോ, പക്ഷേ അത് കയ്യിൽ നിന്ന് പോയി എന്നുള്ളതാണ്. നിങ്ങളുടെ ഗെയിം സ്ട്രാറ്റജി നിങ്ങളുടെ കയ്യിൽ നിന്ന് പോകുന്നു എന്നുള്ളതാണ് പച്ചയ്ക്ക് സാബുമാൻ പറയുന്നത്. സാബുമാൻ പറയുമ്പോഴും നേരത്തെ ആര്യൻ കുറ്റപ്പെടുത്തുമ്പോൾ കേട്ടിരുന്നത് പോലെ തന്നെ കൃത്യമായി അനീഷ് സൈലൻ്റായി ശ്രദ്ധിച്ചിരുന്ന കേൾക്കാണ്. ഐ എം ലിസ്ണിങ്,
ഐ എം അണ്ടർസ്റ്റാൻഡിങ്, ഞാനിത് ഒബ്സർവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ഞാൻ മാറ്റങ്ങൾ വരുത്തേണ്ട സമയമായോ എന്ന് ക്രോസ് ചെക്ക് ചെയ്യുകയാണെന്നൊക്കെ അനീഷിൻ്റെ മുഖത്ത് എഴുതി വെച്ചതുപോലെയാണ് ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നത്. അല്ലെങ്കിൽ ഇതൊക്കെ അയാൾ ചാടി കയറി ബഹളം വെക്കേണ്ട സമയം എപ്പോഴേ കഴിഞ്ഞു. ബിന്നി ആര്യനെയും ജിസേലിനെയുമാണ് നോമിനേറ്റ് ചെയ്യുന്നത്. നമ്മൾ രാവിലത്തെ ഒരു കോൺവെർസേഷൻ കേൾക്കുമ്പോൾ നമുക്ക് ഏകദേശം ഊഹിക്കാൻ പറ്റുന്ന പോലെ തന്നെയാണ്. അവരുടെ ആ ഒരു ഫ്രണ്ട്ഷിപ്പ് ബിന്നിയെ എവിടെയൊക്കെയോ അൺകംഫർട്ടബിൾ ആക്കുന്നുണ്ട്. അങ്ങനെ അൺകംഫർട്ടബിൾ ആവേണ്ട ആവശ്യമില്ല. അല്ലെങ്കിൽ അവരുടെ രണ്ടുപേരുടെ ആ ഒരു കോമ്പിനേഷനിൽ ബിന്നി ഉടക്കി നിൽക്കരുത് എന്ന് നമുക്ക് പറയാൻ തോന്നിപ്പോവാണ്. കാര്യം ബിന്നിയും അത്യാവശ്യം സ്ട്രാറ്റജികളൊക്കെ ഉപയോഗിച്ച് കളിക്കാൻ പറ്റുന്ന, വളരെ നന്നായി സംസാരിക്കാൻ പറ്റുന്ന, ആളുകളെ ഡീൽ ചെയ്യാൻ പറ്റുന്ന ഒരാളാണ്. സ്ട്രോങ് ആയി തൻ്റെ നിലപാടുകൾ പറയുന്ന ഒരാളാണ്. അങ്ങനെ ഒരാൾ ഈ രണ്ട് പേരിൽ ഉടക്കി നിന്ന് പോകാമെന്ന് പറയുന്ന അവരുടെ ഗെയിമിനെ ഭയങ്കരമായിട്ട് വീക്കാക്കും. ഒനീലിൻ്റെ ഓപ്പൺ നോമിനേഷനിൽ ഒനീൽ ഷാനവാസിനെ നോമിനേറ്റ് ചെയ്യുന്നുണ്ട്. അതിന് പറഞ്ഞ കാരണം വളരെ ശ്രദ്ധേയമായിട്ടുള്ളൊരു കാര്യമാണ്. നെവിനുമായിട്ടുള്ള വിഷയത്തിൽ ഷാനവാസ് മാപ്പ് പറഞ്ഞെങ്കിലും അത് ലാലേട്ടൻ വരാൻ വെയിറ്റ് ചെയ്തു. നെവിനോട് നേരിട്ട് മാപ്പ് പറയേണ്ടതായിരുന്നു എന്നുള്ളതാണ്. ഷാനവാസിന് അത് നല്ലോണം കൊണ്ടിട്ടുണ്ട്. പുള്ളി എന്തോ കൗണ്ടർ അടിച്ചിട്ടുണ്ട്, ഒന്നും മനസ്സിലായിട്ടില്ല. എന്തായാലും എന്തെങ്കിലും മോശം കാര്യങ്ങളൊക്കെ തന്നെയായിരിക്കും. ഷാനവാസ് ഒന്നെങ്കിൽ മോശം വാക്കുകൾ ഉപയോഗിച്ച് പ്രതികരിക്കുക, അല്ലെങ്കിൽ താനാണ് ശരി, ബാക്കിയുള്ളവരൊക്കെ ചതിയന്മാരാണ് എന്ന് പറയുന്നൊരു ലൈനൊക്കെ ആണല്ലോ. പക്ഷേ ഒനീൽ ചൂണ്ടിക്കാണിച്ചത് വളരെ കറക്റ്റാണ്. ഷാനവാസിന് മാപ്പ് പറയാനാണെങ്കിൽ അത് നേരത്തെ പറയണമായിരുന്നു. അത് ഉരുട്ടി കൊണ്ടുപോയി വീക്കെൻഡ് എപ്പിസോഡ് വരെ മാക്സിമം സ്ക്രീൻ സ്പേസ് എടുത്ത് ലാലേട്ടൻ വന്നപ്പോൾ മാപ്പ് പറഞ്ഞ് രക്ഷപ്പെടുകയാണ് അയാൾ ചെയ്തത്. ആ മാപ്പ് പറച്ചിലായിരിക്കണം ഒരു പക്ഷേ അനീഷിനൊരു ബോധോദയം ഉണ്ടായിട്ടുണ്ടാവുക. കാരണം അനീഷ് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഈ വിഷയത്തിൽ നിൻ്റെ ഭാഗത്താണ് ശരിയെങ്കിൽ നമ്മുടെ റിലേഷൻഷിപ്പ്, നമ്മുടെ ഫ്രണ്ട്ഷിപ്പ് ലൈഫ് ലോങ് ആയിരിക്കും എന്നുള്ളതാണ്. ഈ വിഷയത്തിൽ ഷാനവാസ് മാപ്പ് പറയുമ്പോഴേക്കും അനീഷിന് അവിടെ ഒരു ചുവന്ന ലൈറ്റ് കത്തും. അങ്ങനെയല്ലല്ലോ ഇവൻ എന്നോട് പറഞ്ഞത്. അനീഷ് അത്രയും ഒബ്സർവ് ചെയ്ത് കളിക്കുന്ന ആളാണെന്നുള്ള ഒരു ഉറപ്പിൻ്റെ പുറത്താണ് നമ്മളിതിങ്ങനെ ചിന്തിക്കുന്നത്. അനീഷിന് അവിടെ കിട്ടിയിട്ടുണ്ട്, ഷാനവാസ് കള്ളം പറഞ്ഞിട്ടുണ്ട്, കുത്തിരിപ്പുണ്ടാക്കിയിട്ടുണ്ട് എന്നുള്ളത്. രണ്ടാമത്തെ കാര്യം, ഷാനവാസ് അനീഷിനെ കുറിച്ച് മെൻഷൻ ചെയ്യുമ്പോൾ പറഞ്ഞിരുന്നത്, ഇവനെ എങ്ങനെ എൻ്റെ വഴിക്ക് കൊണ്ടുവരാം എന്നെനിക്കറിയാമായിരുന്നു, ഞാൻ എൻ്റെ വഴിക്ക് കൊണ്ടുവന്നു എന്നുള്ളതാണ്. ഈ വേർഡ്സ് പ്ലേസ് ചെയ്യാന്ന് പറയുന്നത് അത്രയും ഇമ്പോർട്ടൻ്റ് ആണ്. ഷാനവാസിന് പറയായിരുന്നു, എനിക്കിവനെ ഭയങ്കര ഇഷ്ടമായിരുന്നു, അപ്പോൾ ഇവനായിട്ടൊരു ഫ്രണ്ട്ഷിപ്പ് ഉണ്ടാക്കാൻ ഞാൻ ഭയങ്കരമായിട്ട് ആഗ്രഹിച്ചു, ഇപ്പോൾ ഞങ്ങൾക്കിടയിൽ ഒരു ഫ്രണ്ട്ഷിപ്പ് ഉണ്ട്, ഇത് മതി. പക്ഷേ ഇവനെ എൻ്റെ വഴിക്ക് കൊണ്ടുവരാമെന്ന് പറയുമ്പോൾ ആദിലയും നൂറയും ആ വഴി കിടന്ന് കറങ്ങുന്നത് അനീഷിനെ ഒബ്സർവ് ചെയ്താൽ മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. ആ വഴിയിലേക്ക് തന്നെ കൊണ്ടുവന്നതാകാം എന്ന് പറയുന്ന ഈ രണ്ട് ചിന്തകളുടെ പുറത്ത് തന്നെ ആയിരിക്കണം അനീഷ് ഒരു ഡിസ്റ്റൻസ് ഇട്ടിട്ടുണ്ടാവുക. അത് ഈ തിങ്കളാഴ്ച ദിവസം രാവിലെ നമുക്ക് കാണാൻ പറ്റുന്നതാണ്. ഈ ഉച്ച സമയമൊക്കെ ആകുമ്പോഴേക്കും ഈ നോമിനേഷൻ്റെ ഈ പ്രോസസ്സും കൂടി കഴിയുമ്പോൾ ബാക്കിയുള്ളവർ പറയുന്നതിൽ നിന്ന് ഒബ്സർവ് ചെയ്യുന്നതും കൂടി കൂട്ടിച്ചേർത്ത് വായിക്കുമ്പോൾ അനീഷിനൊരു ക്ലിയർ കട്ട് പിക്ചർ കിട്ടിയിട്ടുണ്ടാവണം. ഒനീൽ വീണ്ടും ജിഷിനെ നോമിനേറ്റ് ചെയ്യുന്നുണ്ട്. നേരത്തെ അക്ബർ നോമിനേറ്റ് ചെയ്തപ്പോൾ പറഞ്ഞ അതേ കാര്യം തന്നെയാണ്. ഈ വെജ് നോൺ വെജ് ഇഷ്യൂ ഒക്കെ ഉണ്ടാക്കി പട്ടിണി കിടക്കൽ സ്ട്രാറ്റജിയൊക്കെയാണ്. ആ പട്ടിണി കിടക്കൽ ഒരു ഒറ്റപ്പെടൽ സ്ട്രാറ്റജിയാണ് എന്നൊരു അഡീഷനാണ് ഒനീൽ അവിടെ കൊടുക്കുന്നത്. അഭിലാഷ് കൺഫെഷൻ റൂമിലിരുന്ന് നോമിനേറ്റ് ചെയ്യുന്ന സമയത്ത് ആര്യൻ ജിസൈലിൻ്റെ ഒരു അടിമയായി മാറുന്നുണ്ട്. ജിസൈലിന് വേണ്ടി തുണി കഴുകി കൊടുക്കുന്നു, വാഷ്റൂം ക്ലീൻ ചെയ്ത് കൊടുക്കുന്നു. ജിസൈലിന് പറ്റാത്തതൊക്കെ ആര്യൻ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതുകൊണ്ട് ആര്യനെ നോമിനേറ്റ് ചെയ്യുന്നു. അതുപോലെ ലക്ഷ്മിയെ നോമിനേറ്റ് ചെയ്യുമ്പോൾ പറയുന്നത് വളരെ ഇനാക്റ്റീവ് ആയിട്ടുള്ള, പ്രേക്ഷകരോട് നീതി പുലർത്താത്ത ഒരു കണ്ടസ്റ്റൻ്റ് ആണ് എന്നുള്ള രീതിയിലാണ്. പിന്നെ ജിഷിൻ്റെ നോമിനേഷനിൽ ശ്രദ്ധിക്കേണ്ടത് സാബുമാനെ നോമിനേറ്റ് ചെയ്തതാണെന്ന് തോന്നുന്നു. നിലപാടില്ല, ആരെന്ത് പറഞ്ഞാലും ആ വഴിയൊക്കെ പോകുന്ന ആ ഒരു രീതിയാണ്. ഇപ്പോൾ രണ്ടുപേര് കൂടിയിരുന്നൊരു കാര്യം പറയുന്നത് കേട്ട് കഴിഞ്ഞാൽ സാബുമാൻ അവിടെ അത് ശരിയാണെന്ന് വിചാരിക്കും, അപ്പുറത്ത് പോയിരിക്കുമ്പോൾ വീണ്ടും അത് മാറുന്നു. അങ്ങനെ ഒരു കാര്യം ഉണ്ടെന്നാണ്. പക്ഷേ സാബുമാനെ നമ്മൾ ഒബ്സർവ് ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നത് എല്ലായിടത്തും സംസാരിക്കുന്നുണ്ട്, എല്ലാം കേൾക്കുന്നുണ്ട്. പക്ഷേ സാബുമാന് അയാളുടേതായിട്ടുള്ളൊരു ധാരണയുണ്ട് എന്നുള്ളതാണ്. പക്ഷേ അയാളുടെ ഒരു കോൺവെർസേഷൻ ടെക്നിക്ക്, ഈ ചാടി കയറി തൻ്റെ അഭിപ്രായം അങ്ങോട്ട് പറയാന്നുള്ളതല്ല, കേട്ട് മനസ്സിലാക്കി അഭിപ്രായം രൂപീകരിക്കുക എന്നുള്ളതായിരിക്കും. പക്ഷേ അവിടുത്തെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ സാബുമാൻ്റെ ആ ഒരു സ്ലോലി അണ്ടർസ്റ്റാൻഡ് ചെയ്ത് അങ്ങനെ കളിക്കാനുള്ളൊരു സ്പേസ് ഇവിടെ ഇല്ല. ഇപ്പോൾ ആദ്യം വന്ന ടീം മെമ്പേഴ്സിൻ്റെ കൂടെയാണ് സാബുമാൻ ഉള്ളതെങ്കിൽ 1-2 ആഴ്ചയുടെ, പക്ഷേ ഇപ്രാവശ്യത്തെ സീസണിൽ അവർ അങ്ങനെ ഒരു ആനുകൂല്യം കൊടുക്കുന്നില്ലായിരുന്നു. എന്നാൽ പോലും ഒരു പക്ഷേ സാബുമാൻ ആ സമയം കിട്ടുമായിരുന്നു. പക്ഷേ ഇത് വളരെ ക്ലോസ് റേഞ്ചിൽ നിൽക്കുന്നൊരു സമയമാണ്. അവിടെ സാബുമാൻ്റെ ഈ ഗെയിമിനുള്ള സ്പേസ് ഇല്ല. ജിഷും പിന്നെ അനുമോളെ നോമിനേറ്റ് ചെയ്യുന്ന സമയത്ത് വളരെ സ്ട്രോങ് ആയിട്ടുള്ള ആക്റ്റീവ് ആയിട്ടുള്ള ഒരാളായിരുന്നു. പക്ഷേ ഒറ്റയടിക്ക് ഇനാക്റ്റീവായി പോയിട്ടുണ്ടെന്നാണ് പറയുന്നത്. എന്തായാലും നോമിനേഷൻ പരിപാടി കഴിയുമ്പോൾ നെവിനും അനുമോളും ഒനീലും നൂറയും ഇവർ 4 പേരും സേഫ് ആവുന്നുണ്ട്. നൂറ സേഫ് ആവാൻ വേണ്ടിയിട്ടുള്ള ആ ഒരു പവർ കയ്യിലുള്ളതുകൊണ്ട് സേഫായി. ഒനീൽ ക്യാപ്റ്റൻ ആയതുകൊണ്ട് സേഫായി. ആൻഡ് നോമിനേഷൻ്റെ എണ്ണക്കുറവുകൊണ്ട് അനുമോളും നെവിനും സേഫ് ആവുന്നുണ്ട്. അതിനുശേഷം അവിടെ മിറാഷിൻ്റെ ടീം വരുന്നുണ്ട്. അവിടെയും നമ്മൾ അനീഷിനെ ശ്രദ്ധിക്കണം എന്നാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. ആസിഫ് അലി വന്ന ശേഷം ആദ്യം ബിഗ് ബോസ് ഹൗസിലെ ഒരു ഡയലോഗ് പറയുന്നത് കണ്ണടച്ച് കിടക്കണമെന്ന് ഞാൻ കണ്ടു എന്നുള്ളതാണ്. ആ ഡയലോഗ് കേൾക്കുമ്പോൾ അനീഷിനെന്നല്ല അവിടെയുള്ള എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും ആസിഫ് അലി
ബിഗ് ബോസ് ഹൗസിൽ കയറിയിട്ട് ആദ്യം പറയുന്ന ഡയലോഗ് അതാണ്. അപ്പം അനീഷിൻ്റെ ഈ ഗെയിം അല്ലെങ്കിൽ അനീഷിൻ്റെ ഈ ഒരു പാറ്റേൺ, ഈ ഡയലോഗ്സ് ഇതൊക്കെ പുറത്ത് ഹിറ്റായിട്ടുണ്ടാവുന്നതാണ്. പിന്നീട് ആസിഫ് അലി പറയുന്നുണ്ട് എല്ലാവരും ഇരിക്കുന്ന സമയത്ത് നിങ്ങളുടെ പല ഡയലോഗുകളും പുറത്ത് ട്രെൻഡിങ് ആണെന്ന്. ആദ്യം പറഞ്ഞ ഡയലോഗ് ഇതാണ്. ഇതിൽ നിന്ന് അനീഷിന് അത് മനസ്സിലാവേണ്ടതാണ്. മാത്രമല്ല അനീഷ് ഈ താരങ്ങളെ കാണുന്ന സമയത്ത് ഓടിച്ചെന്ന് കെട്ടിപ്പിടിച്ച് ബാക്കി എല്ലാവരും അത് ചെയ്യുന്നുണ്ട് ഭയങ്കര എക്സൈറ്റഡ് ആയിട്ട്. അനീഷിന് ആ ഒരു ഹൈ എക്സൈറ്റ്മെൻറ്റ് ഫാക്ടർ ഇല്ലയെന്ന് തന്നെ പറയാം. അയാൾ പതുക്കെയാണ് നടന്നു പോകുന്നത്, ഏറ്റവും പുറകിലാണ് നിൽക്കുന്നത്. ആസിഫ് അലി അടക്കം അയാളിലേക്ക് എത്തി ഹഗ് ചെയ്യാണ് ചെയ്യുന്നത്, അയാൾ അങ്ങോട്ട് പോവുകയല്ല ചെയ്യുന്നത്. അവിടെയൊക്കെ ഇയാളുടെ ആ ഒരു കോൺഫിഡൻസ് ലെവൽ നമുക്ക് കാണാൻ പറ്റും. അതിൽ ആസിഫ് അലി പറയുന്ന ഒരു ഒബ്സർവേഷൻ അല്ലെങ്കിൽ ആസിഫ് അലിയുടെ ഒരു എക്സ്പീരിയൻസ് പറഞ്ഞാൽ ഭയങ്കര രസമായിട്ട് തോന്നി. വീട്ടിൽ മക്കളൊക്കെ വൈഫിൻ്റെ വീട്ടിലേക്കോ അല്ലാതെയൊക്കെ മാറിക്കഴിയുന്ന സമയത്ത് വൈഫും ആസിഫ് അലിയും മാത്രം വീട്ടിലാകുമ്പോൾ വീട്ടിലാകെ നിശബ്ദതയാണ്, ആരുമില്ല, ബഹളമില്ല. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ബിഗ് ബോസ് വെച്ച് കഴിഞ്ഞാൽ വീട് നിറച്ച ആളും ഫുള്ള് വഴക്കും എന്ന് പറയുന്ന ആ ഒരു കാര്യമാണ്. ആ വഴക്കും കാര്യങ്ങളൊക്കെ ഇവിടെ നടക്കുന്നുണ്ട്. അത് രസകരമായിട്ടുള്ള നല്ലൊരു കാര്യം തന്നെയാണ്. പക്ഷേ വഴക്കിനപ്പുറത്തേക്ക് കുറച്ചുകൂടി നല്ല ഗെയിമുകൾ കാണാൻ കൂടി നമ്മൾ ആഗ്രഹിക്കുന്നുണ്ടെന്നുള്ളത് ബിഗ് ബോസ് ഹൗസിനകത്തുള്ള കണ്ടസ്റ്റൻസ് അറിയുകയാണെന്നുണ്ടെങ്കിൽ നല്ലതായിരുന്നു. ആൻഡ് ആദില അനീഷിനെ ഇറിറ്റേറ്റ് ചെയ്യുന്നൊരു സീനാണ് പിന്നീട് നമ്മൾ കാണുന്നത്. കാരണം വെസൽ ടീം അവരാണ്, അനീഷാണ് അതിൻ്റെ ക്യാപ്റ്റനായിട്ട് വരുന്നത്. ആദിലയുണ്ട്, ജിഷിനുണ്ട്, ജിസയിലുണ്ട്. അപ്പോൾ ഇതെങ്ങനെ വേണം വർക്ക് എന്നുള്ള ആ ഒരു തീരുമാനമൊക്കെ എടുക്കുന്ന സമയമാണ്. പക്ഷേ ആദില വളരെയധികം അനീഷിനെ ഇറിറ്റേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ ചോദിച്ച്, അതുപോലെ കയ്യിലിരിക്കുന്ന പാവ കൊണ്ട് അയാളുടെ തലക്കടിക്കുന്നു. അതൊക്കെ നിങ്ങൾക്ക് ചിലപ്പോൾ വേദനിപ്പിക്കാൻ ചെയ്തതല്ലല്ലോ എന്ന് പറയാം. പക്ഷേ അയാളുടെ പേഴ്സണൽ സമാധാന സ്പേസാണ്. അതിൻ്റെ അകത്ത് കയറിയിരുന്ന് അങ്ങനെ ഡയലോഗ് അടിക്കുകയോ അയാളെ ഇറിറ്റേറ്റ് ചെയ്യുകയോ ചെയ്യേണ്ട കാര്യമില്ല. അതിനുശേഷം വളരെ സീരിയസ് ആയിട്ട് ആ കോൺവെർസേഷൻ മാറുമ്പോഴും വർക്ക് ഡിവൈഡ് ചെയ്യുന്ന സമയത്തും അതില അത് പറ്റില്ല, ഇത് പറ്റില്ല, ഞാൻ ചെയ്യില്ല എന്നൊക്കെ പറയുന്ന ഡയലോഗുകളുമായിട്ട് ആ ഒരു സീരിയസ് കോൺവെർസേഷനെ നശിപ്പിക്കുകയാണ്. ആ സമയത്ത് അപ്പുറത്ത് നൂറ് ഇരിപ്പുണ്ട്, അതുപോലെ ഷാനവാസും ഇരിപ്പുണ്ട്. അവരിരുവരും അവർക്ക് ഒരാവശ്യവുമില്ലാത്ത ഈ സീരിയസ് കോൺവെർസേഷൻ്റെ ഇടയിൽ കയറി അത് അലമ്പാക്കാൻ ശ്രമിക്കുന്നുണ്ട്. അതും വളരെ മോശം ഒരു കാര്യമായിട്ടാണ് ഫീൽ ചെയ്തത്. സീരിയസ് ആവേണ്ട സമയങ്ങളിൽ സീരിയസ് ആവണമെന്നേ. ഒരു ടാസ്ക് കൊടുക്കുമ്പോൾ അത് ബിഗ് ബോസ് ഹൗസിൽ നമ്മൾ ചെയ്തു തീർക്കേണ്ട കാര്യമാണ്. അവിടെ നിങ്ങൾ കുട്ടികളെ കളിച്ചിട്ട് കാര്യമില്ല. പിന്നെ കാണുന്നൊരു പ്രശ്നം എന്ന് പറയുന്നത് ഇവർ ടീം തിരിച്ചപ്പോൾ അനീഷും ജിസയിലും ആ ടീമിൽ 2 പേര് ഒരു സെറ്റാവുന്നു. അതുപോലെ തന്നെ ജിഷിനും ആദിലയും ഒരു സെറ്റായിട്ട് മാറുന്നു. അപ്പോൾ ഇവർ പാത്രം കഴുകാൻ തീരുമാനിച്ചിരിക്കുന്നത് ഒരു ടീം രാവിലെയും ഒരു ടീം ഉച്ചക്കത്തെയും വെസൽസ് ക്ലീൻ ചെയ്യും. രാത്രി 4 പേരും ഒരുമിച്ച് അവർ ഓരോരുത്തരായിട്ട് അങ്ങനെ അത് ക്ലീൻ ചെയ്യുന്നു. ആൻഡ് ഈ രാവിലെയും ഉച്ചയ്ക്കും ചെയ്യുന്ന 2 പേരായിട്ടുള്ള ടീമുകളുണ്ടല്ലോ, അത് ഓൾട്ടർനേറ്റ് ഡേയ്സിൽ മാറി മാറി വരും. കാരണം രാവിലെ വെസൽ കുറവായിരിക്കും, രാത്രി കഴുകിയിട്ട് കിടക്കുകയാണെങ്കിൽ ഉച്ചയ്ക്ക് വെസൽസ് കൂടുതലായിരിക്കും. അപ്പോൾ അതിങ്ങനെ ഓൾട്ടർനേറ്റ് ആയിട്ട് വരുമ്പോൾ എല്ലാവർക്കും വർക്ക് ഈക്വലി ഡിവൈഡ് ആയി പോകും, വർക്ക് കൃത്യമായി നടക്കും. ഗംഭീര പരിപാടി തന്നെയാണ് അനീഷിൻ്റെ ആ ഒരു സ്ട്രാറ്റജി എന്ന് പറയുന്നത്. അങ്ങനെ ഫോളോ ചെയ്ത് പോയി കഴിഞ്ഞാൽ കിച്ചണിൽ ഒരു വലിയ വഴക്കിന് അവിടെ ഒരു ശമനമാവുകയാണ്. ഈ ലാലേട്ടൻ കഴിഞ്ഞ ആഴ്ച വന്നപ്പോഴും പറഞ്ഞിരുന്നു കിച്ചൺ നമുക്ക് എന്തെങ്കിലും ഒന്ന് ചെയ്ത് ശരിയാക്കണമെന്ന്. അതിനുള്ളൊരു നല്ല മാർഗ്ഗമാണ് അനീഷ് അവിടെ പറഞ്ഞത്. ആ സമയത്ത് ജിഷിൻ പറഞ്ഞതിന് ശേഷം ജിസയിലും പറയുന്നുണ്ട് നോൺ വെജ് കുക്ക് ചെയ്ത് കഴിഞ്ഞാൽ അന്ന് പാത്രം കഴുകാൻ പറ്റില്ല എന്ന്. അവിടെയാണ് ഈ പറയുന്ന ഈ പ്യുവർ വാദം അതിൻ്റെയൊക്കെ പ്രശ്നങ്ങൾ വരുന്നത്. നിങ്ങളൊരു കമ്മ്യൂണിറ്റിയിൽ ജീവിക്കുമ്പോൾ ചില കാര്യങ്ങൾ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും, പിന്നെ അവർ കഴിക്കുന്ന ഭക്ഷണമല്ലേ, അല്ലാതെ വേസ്റ്റിൻ്റെ കാര്യമൊന്നും അല്ലല്ലോ പറയുന്നത്. ആ ഭക്ഷണം ഇങ്ങനെ ആയിക്കഴിഞ്ഞാൽ ഞാനത് തൊടില്ല കാരണം അത് ഇച്ചിച്ചിയാണ് എന്നൊക്കെ വിശ്വസിക്കുന്നത് ദാറ്റ്സ് റോങ്. അപ്പോൾ അതിൻ്റെ പേരിലൊരു ബഹളം ആദ്യം ഉണ്ടാകുന്ന സമയത്ത് അങ്ങനെ നോൺ വെജ് ഉണ്ടാക്കുന്ന ദിവസം ജിഷിനും ജിസയിലും പാത്രം കഴുകണ്ട, ആദിലയും അനീഷും കൂടി കഴുകിക്കൊള്ളാം എന്നുള്ള ഒരു നിർദ്ദേശം അനീഷ് മുന്നോട്ട് വെക്കുന്നുണ്ട്. അതിനുശേഷമാണ് ഈ ഫസ്റ്റ് ഡേയിൽ ഉച്ച മുതലാണ് ഇവരുടെ ഡ്യൂട്ടി ആരംഭിക്കുക. രാവിലെ ജിഷിനും ആദിലയ്ക്കും പാത്രം കഴുകേണ്ട ആവശ്യം വരുന്നില്ല, കാരണം പ്രീവിയസ് വീക്കിലുള്ള അതേ ടീമാണ് ഈ വെസൽസ് ക്ലീൻ ചെയ്തിട്ടുള്ളത്. ഉച്ചയ്ക്ക് ഈ പണി തുടങ്ങുകയാണ്. ഉച്ചയ്ക്ക് ഇന്ന് ഏറ്റവും കൂടുതൽ പാത്രമുള്ള സമയത്ത് അനീഷും ജിസയിലും പാത്രം കഴുകിയതിന് ശേഷം പിറ്റേ ദിവസം രാവിലെ ജിഷിനും ആദിലയും കൂടി രാവിലത്തെ വെസൽസ് കുറവുള്ള സമയത്ത് ക്ലീൻ ചെയ്യും. ഉച്ചയ്ക്ക് വീണ്ടും അനീഷും ജിസയിലും കൂടി ഒരുപാട് പാത്രങ്ങളുള്ള ഉച്ച സമയത്ത് അത് പാത്രം കഴുകേണ്ടി വരും. ആക്ച്വലി അവർ എക്സ്ട്രാ പണിയെടുക്കുന്നത് പോലെയാണ്. ഒരു ടീമായിട്ട് നിൽക്കുമ്പോൾ വർക്ക് ഈക്വലായിട്ട് പോകണമല്ലോ. അപ്പോൾ ആദ്യ ദിവസത്തെ ഉച്ചയ്ക്കത്തെ പാത്രങ്ങൾ എന്ന് പറയുന്നത് 4 പേരും കൂടി ഈ 2 പേരുടെ ടീമായി നിന്ന് ഹാഫ് കഴുകുക എന്നുള്ളതാണ്. ആ സമയത്ത് ആദിലയ്ക്കും പറ്റൂല, ജിഷിനും പറ്റൂല. ജിഷിൻ ഒറ്റയ്ക്ക് മാറി കിടക്കുന്നുണ്ട്. ആദില അപ്പുറത്ത് ഷാനവാസും നൂറയും കൂടിയുള്ള സ്ഥലത്ത് അവിടെ പോയി ബെഡിൽ കയറി കിടക്കുകയാണ്. ഇവർക്ക് 2 പേർക്കും പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അന്നത്തെ ദിവസം ഈ ഉച്ച സമയത്തെ പണിയിൽ നിന്ന് രക്ഷപ്പെടണം. ഷാനവാസും നൂറയൊക്കെ കൂടി ആ സമയത്ത് ജിസയിൽ കുളിമുറി കയറിയിട്ട് അരമണിക്കൂറായി ജിസയിൽ പണിയെടുക്കുന്നില്ല ഹഹ എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ ജിസയിൽ മാത്രമാണ് അനീഷ് വിളിച്ചപ്പോൾ കൃത്യമായിട്ട് അവിടെ പോയി പാത്രം കഴുകാൻ കൂടെ നിന്നിട്ടുള്ളതെന്നും കൂടി നമ്മൾ മനസ്സിലാക്കണം. ഇതിനിടയിൽ ജിഷിൻ ഈ അനീഷ് പറയുന്നത് കേൾക്കൂല എന്നൊക്കെ പറഞ്ഞ് വാശി പിടിച്ചിരിക്കുമ്പോൾ അക്ബർ അപ്പുറത്ത് കിടപ്പുണ്ട്. അക്ബർ ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ ജിഷിൻ ആദ്യം എല്ലാം എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്, ഇതിങ്ങനെയാണ് അതിങ്ങനെയാണ് എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ ഇത് മുഴുവൻ കേട്ടിട്ട് അക്ബർ പറയും അനീഷ് പറയുന്നതാണ് ശരി, നിങ്ങൾ പോയി ഇപ്പോൾ പാത്രം കഴുകണം, അതാണ് ന്യായം, നിങ്ങൾക്ക് പണിയെടുക്കാൻ മടിയാണല്ലേ എന്ന്. ആ ചോദ്യം കേട്ടപ്പോൾ, അതായത് എൻ്റെ കൂടെ നിൽക്കുമെന്ന് വിചാരിച്ച് ഞാൻ കാര്യങ്ങളൊക്കെ പറയും, പക്ഷേ എൻ്റെ കൂടെ നിന്നിട്ടില്ലെങ്കിൽ
ജിഷിൻ അക്ബറിനോട് പറയുന്നത് ഇത് ഞങ്ങളുടെ ടീമിൻ്റെ കാര്യം ഞങ്ങൾ നോക്കിക്കോളാം, നീ ഇടപെടണ്ടാന്ന്. ആ സമയത്ത് അക്ബർ പറയും ഞാൻ ഇടപെടും, അനീഷിൻ്റെ ഭാഗത്താണ് ശരി. അത് ശരി വെച്ചുകൊണ്ട് പിന്നീട് ഒനീലും വന്ന് സംസാരിക്കുന്നുണ്ട്. ഒനീൽ ഇറക്കിയ ഒരു നമ്പർ എനിക്ക് ഇഷ്ടപ്പെട്ടു. കാരണം ഇന്നിപ്പോൾ നോൺ വെജ് ആയിരിക്കും രാത്രി എന്നാണ് തോന്നുന്നത് എന്ന് പറയുമ്പോൾ എന്നാൽ ഞാനിപ്പോൾ കഴുകിക്കോളാം എന്ന് പറഞ്ഞ് ജിഷിൻ അവിടെ നിന്ന് എണീക്കുന്നുണ്ട്. പിന്നെ രസകരമായ ഒരു കാഴ്ച, ഇവർ ഒരു ഗെയിം കളിക്കുന്നുണ്ട്, മറ്റേ കാക്ക പറപറ ഓന്തു പറപറ എന്നൊക്കെ പറയുന്ന പോലത്തെ ആ ഗെയിം കളിക്കുന്നുണ്ടായിരുന്നു. നല്ല രസമുണ്ടായിരുന്നു കാണാൻ വേണ്ടിയിട്ട്. ഇവർ ഹാപ്പി ആയിട്ട് ചിരിച്ച് കളിച്ച് ജോളിയായിട്ട് ഇങ്ങനത്തെ മൊമെൻറ്റ്സ് ഇടയ്ക്കിടയ്ക്ക് വരികയാണെങ്കിൽ ഒരു രസം ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞൊരു BB അവാർഡ്സ് പരിപാടി അവർ സംഘടിപ്പിച്ചിട്ടുണ്ടായിരുന്നു. രസകരമായ കുറച്ച് അവാർഡുകൾ കൊടുക്കുക, ടീമേറ്റ്സിന് അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കുക എന്നുള്ളതാണ്. ആ അവാർഡ് വിതരണം ചെയ്യുന്ന പരിപാടിയാണ് നമ്മൾ 1 hour എപ്പിസോഡിൽ കാണുന്നത്. അതിലെനിക്ക് ഭയങ്കര ഇഷ്ടം തോന്നിയൊരു കാര്യം നൂറയുടെ പെർഫോമൻസ് ആണ്. നൂറ ആസ് ആൻ ആങ്കർ, നൂറയും അഭിലാഷും. അതിൽ നൂറയാണ് നിറഞ്ഞു നിന്നിരുന്നത്. നൂറ വളരെ എനർജറ്റിക്കായി ത്രൂ ഔട്ട് ആ ഒരു അവാർഡ് ഈവൻറ്റിനെ ഭയങ്കര ചാർജായിട്ട് നിർത്തുന്നത് പോലെ തോന്നി. അങ്ങനെ ഒരു പെർഫോമർ അവിടെ ആങ്കർ ചെയ്യാൻ നിന്നിട്ടില്ലായിരുന്നെങ്കിൽ ആ ഒരു പോർഷൻ ഭയങ്കര ഡൗൺ ആയിപ്പോയനെ. നമ്മൾ മുമ്പ് സർക്കസ് ടാസ്ക് കണ്ട സമയത്ത് അവിടെ അനീഷിൻ്റെ ഒരു ഡയലോഗ് ഡെലിവറിയും കാര്യങ്ങളൊക്കെ അങ്ങനെ വന്നില്ലായിരുന്നെങ്കിൽ, അയാളത് അങ്ങനെ ആങ്കർ ചെയ്തിട്ടില്ലായിരുന്നെങ്കിൽ അത് ഭയങ്കര ഡൗൺ ആയി പോകുമായിരുന്നു. ഈ മൈക്ക് കിട്ടിക്കഴിയുമ്പോൾ അത് ഏറ്റവും നന്നായി ഉപയോഗിക്കുക എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നൂറ് അത് ഗംഭീരമായിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ലക്ഷ്മിക്ക് അവാർഡുകൾ കൊടുക്കുമ്പോൾ വളരെയധികം അവഹേളിക്കുന്ന രീതിയിലുള്ള അവാർഡുകളാണ് അവർക്ക് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ പോലും നല്ല ഗെയിം സ്പിരിറ്റോടുകൂടി വളരെ ഹാപ്പി ആയിട്ട് അത് വാങ്ങിച്ചിട്ട് നല്ല രീതിയിൽ അതിനോട് റെസ്പോണ്ട് ചെയ്യുന്ന ലക്ഷ്മിയെ നമ്മൾ കാണും. ഷാനവാസിന് അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഈഗോ ഹേർട്ട് ആവുന്നുണ്ടായിരുന്നു. ഷാനവാസിന് കൊടുത്തൊരു അവാർഡ് ഭയങ്കര രസമായിരുന്നു. പഞ്ച് ഡയലോഗുകൾ പറഞ്ഞതിൻ്റെ പേരിലുള്ള അവാർഡ്. ഈ പോയി നിൻ്റെ തന്തയോട് പറയാമെന്ന് പറയുന്നതൊക്കെ പഞ്ച് ഡയലോഗാണോ എന്ന് എനിക്കറിയില്ല. വേറെ പഞ്ച് ഡയലോഗ് ഉണ്ടോ എന്ന് അറിയില്ല. പുള്ളി സ്റ്റേജിൽ കയറിയിട്ട് എന്തോ പഞ്ച് ഡയലോഗ് പോലെ പറഞ്ഞു, പക്ഷേ അത് ചീറ്റിപ്പോയി. ജിസൈലിന് അവാർഡ് കൊടുക്കുന്ന സമയത്ത് അഭിലാഷ് പറയുന്നുണ്ട്, ജിസൈൽ ഇത് ദോശയല്ല, വീതം വെച്ച് കൊടുക്കരുത്, ഒറ്റയ്ക്ക് ഉപയോഗിക്കണം എന്നുള്ളതാണ്. അത് ജിസൈലിൻ്റെ ഗെയിം പ്ലേയിൽ വന്നിട്ടുള്ള വളരെ വീക്കായിട്ടുള്ള ഒരു സൈഡിനെ അഭിലാഷ് ചൂണ്ടിക്കാണിക്കുക കൂടിയാണ് ചെയ്യുന്നത്. അത് ജിസൈൽ മനസ്സിലാക്കണം. ഇതിനൊരു കളിയാക്കൽ മാത്രമായിട്ട് എടുത്തിട്ട് എന്നാൽ അവൻ എന്നോട് അങ്ങനെ പറഞ്ഞല്ലോ എന്ന് ചിന്തിക്കുന്നതിന് പകരം എന്തുകൊണ്ട് അങ്ങനെ പറഞ്ഞു, അല്ലെങ്കിൽ അങ്ങനെ ഒരു ഇമേജ് വരുന്നുണ്ടോ എന്ന് ജിസൈൽ ചിന്തിക്കണം. ഏറ്റവും അവസാനം അവരത് കൺക്ലൂഡ് ചെയ്തതും വളരെ രസമായിട്ടായിരുന്നു. നൂറയും അഭിലാഷും കൂടി നിൻ്റെ ഒന്ന് അവാർഡ് ഞങ്ങൾക്ക് വേണ്ടടാ എന്ന് പറയുന്നത്, അതും ആ ആക്ടിനെ ഭയങ്കര ബൂസ്റ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. അതിനുശേഷം കണ്ട 3 പ്രധാനപ്പെട്ട കാര്യങ്ങൾ, ഒന്ന് ഒനീലും അഭിലാഷും കൂടി ഇരുന്ന് സംസാരിക്കുന്നതാണ് ആര്യൻ്റെയും ജിസൈലിൻ്റെയും റിലേഷൻഷിപ്പിനെ കുറിച്ച്. അത് നമ്മൾ തുടക്കത്തിൽ പറഞ്ഞു. 2, അതിലെ ഉറങ്ങിക്കിടക്കുന്ന ആളുകളുടെ പുറത്ത് അനീഷ്, അക്ബർ, ജിഷൻ ഇവരുടെയൊക്കെ പുറത്ത് കൊണ്ടുവന്ന് ഓരോ ക്രീം തേക്കുന്നുണ്ടായിരുന്നു മുഖത്തും കയ്യിലൊക്കെ ആയിട്ട്. വളരെ മോശമായിട്ടുള്ളൊരു കാര്യമാണ്. വളരെ ഹെക്റ്റിക് ആയിട്ടുള്ള ഒരു ദിവസം കഴിഞ്ഞതിന് ശേഷം റെസ്റ്റ് എടുക്കുന്ന ഉറങ്ങിക്കിടക്കുന്ന ആളുകളുടെ പുറത്ത് അങ്ങനെ ക്രീമൊക്കെ ഇട്ടിട്ട് അവരുടെ ഉറക്കത്തിനെ നശിപ്പിക്കുക. നിങ്ങൾക്കത് തമാശയായിട്ട് കാണാൻ പറ്റുന്നുണ്ടെങ്കിൽ നിങ്ങൾ അവരുടെ ഉറക്കത്തിനെ റെസ്പെക്റ്റ് ചെയ്യുന്നില്ല എന്നുള്ളതാണ്. ഉറക്കം വളരെ ഇമ്പോർട്ടൻ്റ് ആണെന്ന് ലാസ്റ്റ് ഡേ വന്ന ലാലേട്ടൻ പറഞ്ഞിട്ട് പോയതുമാണ്. അവിടെ കുറച്ച് ആളുകൾക്കൊന്നും ഉറക്കമില്ല എന്നും അദ്ദേഹം സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു. നിങ്ങൾ മര്യാദയ്ക്ക് കിടന്ന് ഉറങ്ങണമെന്നേ, നന്നായിട്ട് കളിക്കണമെന്നേ. അത് പറ്റില്ലെങ്കിൽ ഉറങ്ങുന്നവരെ ശല്യം ചെയ്യാന്ന് പറയുന്നത് ഭയങ്കര ചീപ്പായിരുന്നു. എന്നിട്ട് അവർ പൊട്ടിച്ചിരിക്കുന്നു, ആഹ്ലാദം കണ്ടെത്തുന്നു. അതിനുശേഷം നമ്മൾ കാണുന്നത് ബിന്നി 2 പാക്കറ്റ് പാൽ ഒളിപ്പിച്ച് വെക്കുന്നതാണ്. ഒരു കിച്ചൺ ക്യാപ്റ്റൻ്റെ ഗതികേടെ എന്നൊക്കെ പറഞ്ഞിട്ടാണ് അവരത് ഒളിപ്പിച്ച് വെക്കുന്നത്. അത് ഒളിപ്പിച്ച് വെച്ചതിന് ശേഷം എന്ത് സംഭവിച്ചു എന്നുള്ളത് നമുക്ക് ഈ ദിവസത്തെ 1 hour എപ്പിസോഡ് വരുന്ന സമയത്ത് മനസ്സിലാക്കാം. ആൻഡ് ആകെ മൊത്തത്തിലൊരു ചേഞ്ച് കാണാനുണ്ട്. ഏറ്റവും വിസിബിൾ ആയിട്ടുള്ള ചേഞ്ച് ലക്ഷ്മിയുടെ ഗെയിം പ്ലേ ബെറ്ററായി വരുന്നു എന്നുള്ളത്, അനീഷ് ഷാനവാസിൻ്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെടുന്നു എന്നുള്ളത്, നെവിൻ അയാളുടെ ഗെയിമിന് ഇനി എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകും എന്നുള്ള കാര്യം, ആൻഡ് ആര്യൻ ജിസൈൽ റിലേഷൻഷിപ്പിനെ കുറിച്ച് നടക്കുന്ന ചർച്ചകൾ. ഇതിലിനി എന്തൊക്കെ സംഭവിക്കും എന്നുള്ളത് നമുക്ക് വരും ദിവസങ്ങളിൽ കാണാം. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കുക.